السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لعمرك إنهم لفي سكرتهم يعمهون. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا ومولانا محمد. اللهم صل وسلم وبارك عليه. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അവേലത്ത് സാദാത്യങ്ങളുടെ ഉറൂസ് പരിപാടിയിലാണ് നമ്മൾ പങ്കെടുത്തത്. ഈ ഉറൂസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാം. നമ്മുടെ മുമ്പിൽ നമുക്ക് വെളിച്ചം കാണിച്ച് നടന്നുപോയവരെ അനുസ്മരിക്കുക, അവരുടെ അനുസ്മരണങ്ങൾ പറയുക, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ സാദാത്യങ്ങളുടെ അനുസ്മരണത്തിലൂടെ കൂടുതൽ സമയം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ബന്ധപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞു, എല്ലാവരും അനുസ്മരണം നന്നായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു നല്ല വഅദ് പറയണം എന്ന് പറഞ്ഞു. ഞാന് എന്താണ് വിശുദ്ധ ഖുർആനുമായി ടച്ചുള്ള ഒരു നല്ല വഅദ് പറയണം, അങ്ങനെയാണ് തങ്ങന്മാരും ബന്ധപ്പെട്ടവരും ഒക്കെ അറിയിച്ചു. അപ്പൊ അവരങ്ങനെ പറയുമ്പോ എന്താണ് പറയേണ്ടത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുതായൊന്ന് ഈ സദസ്സിൽ പരിചയപ്പെടുത്തിയാൽ, നബിനെ പരിപൂർണമായിട്ട് പരിചയപ്പെടുത്താൻ നമുക്കൊന്നും കഴിയൂലല്ലോ. ബറക്കത്തിന് ഹബീബിനെ അങ്ങ് പരിചയപ്പെടുത്തിയാൽ പിന്നെ അവിടുത്തെ പേരക്കുട്ടികളുടെ അനുസ്മരണത്തിന്റെ ആവശ്യമില്ല.
ഹബീബ് ആരാണ് എന്ന് മനസ്സിലായാൽ ആ ഹബീബിന്റെ പേരക്കുട്ടികളാണ് ഇവർ എന്ന് പറയുമ്പോഴേക്ക് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ മുത്തുനബിയെ എവിടെ നിന്ന് പരിചയപ്പെടുത്തും, എവിടെ അവസാനിപ്പിക്കും എന്നതൊക്കെ ഒരു ചോദ്യമാണ്. അതിനുത്തരം കിട്ടൂല. അതുകൊണ്ട് സൂറത്തുൽ ഹിജ്റിലെ ഒരു കഷ്ണമായത് അതുമാത്രമാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഇവിടെ ഓതി വെച്ചത്. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്പം പരാമർശിക്കാം. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയാണ്, നബിയേ, അങ്ങയുടെ ആയുസ് സാക്ഷിയാണ്. എത്രയാ മുത്തുനബിയുടെ ആയുസ്? 63 കൊല്ലക്കാലം. 63 കൊല്ലക്കാലത്തെ അങ്ങയുടെ മുബാറക്കായ ആയുസ് സാക്ഷിയാണ് തങ്ങളെ. ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. തീർച്ചയായും മനുഷ്യരൊക്കെ അവരുടേതായ ജീവിത വെപ്രാളത്തിൽ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിത വെപ്രാളത്തിൽ അലഞ്ഞു തിരിയുന്ന മനുഷ്യൻ എങ്ങനെയാണ് ജീവിത നൗക കരക്കടുപ്പിക്കേണ്ടത് എന്നറിയാതെ നടുക്കടലിലാണ് പലരും ഉള്ളത്. നമ്മളൊക്കെ അങ്ങനെയാണ് പലരും. എങ്ങനെയാണ് ഇതൊന്ന് കരക്കടുപ്പിക്കുക എന്നറിയാതെ നടുക്കടലിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ, ജീവിത വെപ്രാളത്തിൽ അലയുന്ന മനുഷ്യരുടെ മുമ്പിൽ എന്താണ് അവരുടെ പ്രോബ്ലം, എന്താണ് അവരുടെ മുമ്പിലുള്ള പ്രശ്നം, എവിടെയാണ് അവരുടെ ജീവിതം വഴിമുട്ടിപ്പോയത്, ഉത്തരം കിട്ടാത്ത ചോദ്യം എവിടെയാ വന്നത്? ദാമ്പത്യ ബന്ധം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണോ ജീവിതത്തിൽ തകർന്നത്? അത്തരം ആളുകളോട്, അലഞ്ഞു തിരിയുന്ന മനുഷ്യരോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ ദാമ്പത്യ ബന്ധം ഉലഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഉലഞ്ഞുപോയ ദാമ്പത്യം നിങ്ങൾക്ക് പരിഹരിക്കാനാവും. ഈ 63കാരന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നാൽ അവിടെ നിങ്ങൾക്കതിന് കൃത്യമായ സാമ്പിളും മോഡലും ലഭിക്കും. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. സന്താന പരിപാലനം, തർബിയത്തുൽ ഔലാദ്, അതെങ്ങനെയാണെന്ന് അറിയാതെയാണോ നിങ്ങൾ നട്ടം തിരിയുന്നത് എങ്കിൽ ഈ മുത്തുനബിയുടെ ജീവിതത്തിൽ അതിനും നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. ഒരു ലീഡർ എന്ന നിലക്ക് ലീഡർഷിപ്പ് ഭംഗിയായി ആ റോൾ അഭിനയിക്കാൻ കഴിയാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? ബേജാറാവണ്ട. ഈ ലീഡറിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടാകും. നിങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. ഒരു നല്ല ഗുരുവിനെ കണ്ടെത്താൻ, ഒരു നല്ല ഭർത്താവിനെ കണ്ടെത്താൻ, ഒരു നല്ല കൂട്ടുകാരനെ കണ്ടെത്താൻ, ഒരു നല്ല മോനെ കണ്ടെത്താൻ, ഒരു നല്ല ലീഡറെ കണ്ടെത്താൻ, എന്തിനും നിങ്ങൾക്ക് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സാധ്യമാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. എന്തിനാണ് ഞാൻ ഈ ആയത്ത് പറഞ്ഞ് അതിന്റെ വിശാലമായ അർത്ഥതലം ചെറിയ വാക്കുകളിൽ ഒതുക്കി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്കൊരു കാര്യം ബോധ്യപ്പെടുകയാണ്. മുത്തുനബിയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ നമുക്ക് റോൾ മോഡലാണ്. സർവ്വ വിഷയത്തിനും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ റോൾ മോഡൽ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് തിരുനബിയിൽ ഏറ്റവും നല്ല ഉദാത്തമായ മാതൃകയുണ്ട്. സംഗതി ആകെ 63 കൊല്ലക്കാലാണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് പറയണമെങ്കിൽ
ആരോട് ആരെ പറ്റിയായി പറയുന്നത്? 1000 വയസ്സ് കിട്ടിയ മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. അതിലധികം വയസ്സ് കിട്ടിയവർ ജീവിച്ചു പോയിട്ടുണ്ട്, അതിൽ കുറഞ്ഞവരുണ്ട്. എല്ലാവർക്കും മാതൃകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുനബിയുടെ ജീവിതം എത്രമേൽ ധന്യമായിരിക്കണം സഹോദരങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കണം, പരിപൂർണമായിരിക്കണം. അങ്ങനെ പരിപൂർണമായ ഒരാളെ പറ്റിയല്ലാതെ അങ്ങനെ പറയാൻ പറ്റൂല. വയസ്സ് നൽകി അല്ലാഹു അനുഗ്രഹിച്ച ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം ഒരു പ്രതിസന്ധി നേരത്ത് പരിഹാരം തേടുന്നത് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ഉണർത്തിയ 63കാരനായ മുത്തുനബിയിലാണ്. നോക്കണം, തവസ്സല ബിഹി ആദം. നമ്മൾ മൗലിദിന്റെ കിതാബിൽ ഓതാറുണ്ട്, ഹദീസിന്റെ കിതാബുകളിൽ ഇത് വന്നിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം ഒരു പ്രതിസന്ധി ഘട്ടത്തില് ഇട തേടിയത് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോടാണ്. തവസ്സല ബിഹി ആദം, 1000-ലധികം വർഷങ്ങൾ ജീവിച്ച ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാം, പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുപോലെ തന്നെ ആ നൂഹ് നബിയെ പറ്റി വായിച്ച് കേൾക്കാറുണ്ട്. വസ്തഗാസ ബിഹി നൂഹ്, ആ നൂഹ് നബിയും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായം തേടുന്നത് ഈ ഹബീബ് മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ഇങ്ങനെ ആർക്കും എവിടെ നിന്നും നോക്കിയാൽ കാണുന്ന മാതൃക ഈ ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ആ ഹബീബിന്റെ ജീവിതത്തില് ഒരു സെക്കൻഡ് സമയം പോലും മലിനമാകാൻ പാടില്ല. എവിടെയും ഒരു സെക്കൻഡ് സമയം പോലും ഒരനർത്ഥം മുത്തുനബിയുടെ ജീവിതത്തിലേക്ക് ചൂണ്ടി നമുക്ക് കാണിക്കാൻ കഴിയില്ല, വായിക്കാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ അല്ലാഹു ആ രൂപത്തിൽ മുത്തുനബിയുടെ ജീവിതത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫംതഹൂ. മുത്തുനബി ഒരു കാര്യം നിങ്ങളോട് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. മുത്തുനബി ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനോട് അടുക്കരുത്, അത് നിങ്ങൾ വർജിച്ചേക്കണം. ഇങ്ങനെ ഒരാളെ പറ്റി പറയണമെങ്കിൽ ഇവര് ചെയ്തതൊക്കെ ചെയ്യാം, ഇവര് ചെയ്തതൊക്കെ ചെയ്യാം, ചെയ്യരുത് എന്ന് പറഞ്ഞതൊന്നും ചെയ്യാനും പാടില്ല എന്ന് പറയണമെങ്കിൽ ആ ജീവിതത്തിൽ എവിടെയും പോരായ്മകൾ ഉണ്ടാകാൻ പാടില്ല, അബദ്ധങ്ങൾ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദയിൽ മനോഹരമായി ഈ മുത്തുനബിയെ ആവിഷ്കരിക്കുമ്പോ അവിടുന്ന് പാടിയ ഒരു വരിയുണ്ട്. നബിയുനല്ലാമിറുൻ നാഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നമ്മുടെ നേതാവ് മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുനാ അല്ലാമിറുൻ നാഹി, കുറെ കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചയാളാണ്, അനവധി കാര്യങ്ങൾ ചെയ്യരുതെന്ന് വിരോധിക്കുകയും ചെയ്തയാളാണ്. കുറെ കാര്യത്തില് നഅം എന്ന് പറഞ്ഞിട്ടുണ്ട്, യെസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ കാര്യത്തില് നോ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ വിലക്കുകയും കൽപ്പിക്കുകയും ചെയ്ത നമ്മുടെ നേതാവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അങ്ങനെ കുറെ കാര്യങ്ങൾ വിലക്കുകയും കൽപ്പിക്കുകയും ഒക്കെ ചെയ്തവർ ലോകത്ത് പലരും കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഫലാ അഹദു
ലോകത്തൊരാളുമില്ല അബർറ ഫീ ഖൗലില്ലാ മിൻഹു വലാ നഅമി. അബർറ ഗുണനിലവാരം പുലർത്തിയ ഒരാളും ലോകത്തെവിടെയുമില്ല. ഫീ ഖൗലില്ലാ നോ എന്ന് പറഞ്ഞപ്പോഴും വലാ നഅമി യസ് എന്ന് പറഞ്ഞപ്പോഴും മിൻഹു മുത്തുനബിയേക്കാൾ നിലവാരം പുലർത്തിയ ഒരു സതുപദേശിയെ നിങ്ങൾക്ക് ലോകത്ത് കാണാൻ കഴിയില്ല. ഫലാഹദുൻ അബർറ ഫീ ഖൗലില്ലാ മിൻഹു വലാ നഅമി. മുത്തുനബി ഒരു കാര്യത്തിൽ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും മുത്തുനബി സ്വയം ചെയ്തിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബിന്റെ ജീവിതത്തിൽ തപ്പിത്തെരഞ്ഞാൽ അത് മുത്തുനബി ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വിധിവിലക്കുകളോട് നിയമവിലക്കുകളോട് കൂറ് പുലർത്തിയ സതുപദേശിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും അത്ര പെർഫെക്റ്റ് ആയ ഒരാളെ പറ്റിയേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അങ്ങനെ പറയണമെങ്കിൽ ആൾ അത്രയും പരിപൂർണനായിരിക്കണം. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലവാരം എത്ര ഉയർന്ന നിലവാരമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലവാരം ചെറുതല്ല. അതുകൊണ്ടാണ് പണ്ഡിത ലോകം മുഴുവനും പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടി ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ളയാള് മുത്തുനബിയാണ്. ഏറ്റവും ഷറഫാക്കപ്പെട്ട ആളാരാന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി എന്നതാണ്. ആർക്കും അതിലൊരു സംശയവുമില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഏതു വിഷയത്തിൽ എടുത്തു നോക്കിയാലും മുത്തുനബിയായിട്ട് ബന്ധപ്പെട്ടതിന് ആ മുത്തുനബിയായിട്ട് ബന്ധപ്പെട്ടതിനാണ് ലോകത്ത് ഷറഫ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് എന്ന് പറയാൻ കാരണം. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കും, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരിക്കൽ പരിശുദ്ധ ഹറമിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഉംറ സംഘത്തോടൊപ്പം ഉംറ നിർവഹിക്കാൻ എത്തിയപ്പോൾ പരിശുദ്ധ മക്കയിൽ താമസിക്കുമ്പോൾ മക്കയുടെ ബഹുമാനം പറയും നമ്മൾ എല്ലാവരും. അങ്ങനെ തന്നെയാണ്. അപ്പോഴല്ലേ അതൊന്നും മനസ്സിൽ തട്ടുള്ളൂ. മക്കയിലെ താമസം അത് പരമാവധി മുതലാക്കണം എന്നൊരു ചിന്ത വരുള്ളൂ. അപ്പൊ അവിടുന്ന് സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഈ മക്കയുടെ ഏറ്റവും വലിയ ബഹുമാനം അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇത് മുത്തുനബിയുടെ പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട കാലു തട്ടിയ മണ്ണാണ്. എങ്ങനെ? മക്കത്തുൽ മുക്കറമയുടെ ഏറ്റവും വലിയ ബഹുമാനം ഹബീബ് തങ്ങൾ ജനിച്ച നാടാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പാദം തട്ടിയ മണ്ണാണത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഈ മക്ക എന്ന പുണ്യരാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞത് എങ്ങനെയാണ്? ഈ മക്ക എന്ന പുണ്യരാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യാതിരിക്കുക? തങ്ങൾ ഇറങ്ങി താമസിച്ച മണ്ണാണിത്, തങ്ങൾ ഇറങ്ങി നടന്ന മണ്ണാണിത്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വഅൻത ഹില്ലും ബിഹാദൽ ബലദ് എന്ന ഹില്ലിന് അർത്ഥം കൊടുത്തത് വഅൻത നാസിലും ബിഹാദൽ ബലദ്. അറബിയിൽ ഹല്ല യഹില്ലു എന്ന് പറഞ്ഞാൽ അനുവദനീയമാകുക എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തിലും അതവിടെ ഫിറ്റാണ്. അതുപോലെ തന്നെ ഇറങ്ങുക എന്നൊരർത്ഥവുമുണ്ട്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വഅൻത നാസിലും ബിഹാദൽ ബലദ്. ഈ നാട്ടിൽ അങ്ങയുടെ കാലു തട്ടിയ മണ്ണാണ് നബിയേ മക്ക.
അതുകൊണ്ടാണ് മക്കത്തുൽ മുക്കറമക്ക് ഇത്ര ബഹുമാനം ഉണ്ടാവാൻ കാരണം. അതിലും വലിയൊരു ബഹുമാനം ഇനി പറയാനില്ല. അള്ളാഹുവിന് പറയാമായിരുന്നു, ഇത് കഅബയുള്ള നാടാണ്, കഅബയുള്ള നാടാണ്. കഅബയുടെ ബഹുമാനം അള്ളാഹു പറയുന്നുണ്ട്, വേറെ സൂറത്തിൽ പറയുന്നുണ്ട്, വേറെ ആയത്തിൽ പറയുന്നുണ്ട്. പക്ഷേ മക്കയെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ അതിന് കാരണം അവതരിപ്പിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് മുത്തുനബിയുടെ കാല് തട്ടിയ മണ്ണാണെന്നാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു. ഒന്ന് ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ, ആരാണ് ഹബീബ് റസൂലുള്ളാഹി? ആ ഒരൊറ്റ വാക്ക് മതി. ഇത് ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഞാൻ രാത്രി റൂമിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പം സംഘത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം എനിക്ക് ഇഷ്ടമായി, നല്ല സന്തോഷം തോന്നി. പക്ഷെ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ എനിക്കൊരു മാനസിക പ്രയാസം. ഞാൻ ചോദിച്ചു, എന്തേ? നിങ്ങൾ കഅബയേക്കാൾ മുത്തുനബിയെ ബഹുമാനിച്ചു. അതാ മൂപ്പരുടെ പ്രശ്നം. നിങ്ങൾ കഅബയേക്കാൾ മുത്തുനബിയെ ബഹുമാനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്താ പ്രശ്നം? അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. കഅബ ഉണ്ടായി എത്ര കാലം കഴിഞ്ഞാലേ മുഹമ്മദ് നബി ഉണ്ടായത് എന്നാണ് ഇയാളുടെ ഭാഷ. അപ്പോ ഞാൻ ചോദിച്ചു, എവിടെയോ വിശ്വാസ പാഠത്തിലൊരു വൈകല്യം കുടുങ്ങിയ ആളാണ് ഇത് കേട്ടാൽ തന്നെ തിരിയല്ലോ. നേരെ മറിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സാധാരണക്കാരനോട് ഇത് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു കേട്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഇല്ല. കാരണം നമ്മൾ പഠിച്ചു വെച്ചൊരു തത്വമുണ്ട്, ആ തത്വത്തിന്റെ ധൈര്യത്തിലില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അഹ്ലുസുന്നയുടെ പന്ഥാവിലുള്ള ആളല്ലേ? അപ്പൊ അയാളൊരു ചെറിയ പുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ നിങ്ങൾ വിചാരിച്ച ആ ആദർശക്കാരനല്ല, ഇയാള് പുതിയ ആശയക്കാരനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് SYS ഉംറ സംഘത്തിലെത്തിയത്? ഈ ഒരു സംഘത്തിന്റെ കൂടെ. അപ്പൊ പറഞ്ഞു, ഉസ്താദേ, കെട്ടിയോൾ ആങ്ങളാര്, അവരുടെ ഉപ്പ സജീവ നിങ്ങളുടെ ആളായതുകൊണ്ട് അവരിതിലേ പോരുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാനും ഇങ്ങനെ പോരാൻ നിർബന്ധിതനായതാണ്. ഇതാണ് സൊക്കേട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് ആരാണ്? അയാളോട് ഞാൻ ചോദിച്ചാൽ അതാണ്, അഷ്റഫുൽ ഖൽഖ് ആരാണ്? സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട ആൾ ആരാണ്? അപ്പൊ അയാൾ നിസ്സങ്കോചം പറഞ്ഞു, മുഹമ്മദ് നബി. ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, കഅബ പടപ്പാണോ പടച്ചോനാണോ? നിങ്ങളിപ്പോ പറഞ്ഞു പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി എന്റെ ചോദ്യം, കഅബ പടച്ചോനോ പടപ്പോ? പറഞ്ഞു പടപ്പാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട ആള് മുഹമ്മദ് നബിയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇനി എന്തിനാ നിങ്ങൾ സംശയിക്കുന്നത്? അപ്പൊ അയാളൊന്നും വേണ്ടിയില്ല. അപ്പോഴാണ് കാര്യം തിരിയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ ബാലപാഠത്തിലെ കുഴപ്പാത്. നിങ്ങളെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലെയും മദ്രസ ഉസ്താദുമാരാണ് നിങ്ങളെ പഴപ്പിച്ചത്. ഞങ്ങൾക്ക് അന്ന് നേരായ അറിവ് ഞങ്ങൾ ഉസ്താദുമാര് പകർന്നു തന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് പറയാൻ പ്രയാസമില്ലാത്തത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം അത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ചില ഉദാഹരണങ്ങൾ ചോദിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് ആരാന്ന് ബോധ്യപ്പെടാനാണ്, അല്ല അഷ്റഫുൽ ഖൽഖാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. ലോകത്ത് ഏറ്റവും വലിയ പടപ്പ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ മണ്ണ് ഏതാണ്? മുത്തുനബിയെ പടക്കാനെടുത്ത മണ്ണ് മദീനയിലെ മദീനയിലെ ഹുജ്റത്തു ശരീഫയിലെ മണ്ണ്. റൗളയിലല്ലോ, ഹുജ്റത്തു ശരീഫയിലെ മണ്ണ്. മുത്തുനബിയുടെ ഖബർ ശരീഫ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള മണ്ണില്ലേ, ആ മണ്ണാണത്രേ കഅബ സ്ഥിതി ചെയ്യുന്ന ആ മണ്ണിനേക്കാൾ വലിയ മണ്ണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിത ലോകം ഇജ്മാ ആയ സംഗതിയാ. മൊത്തത്തിൽ പറയുമ്പോ മക്കക്കാണോ മദീനക്കാണോ ബഹുമാനം എന്ന് ചോദിക്കുമ്പോ പണ്ഡിതന്മാർ പറയുന്നത് മക്കക്ക് എന്നാ. ഏതെങ്കിലും ഒരു പ്രത്യേകം ഒരു സ്പെഷ്യൽ സ്ഥലം മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ
ഏറ്റവും ബഹുമാനം ഏതിനാന്ന് ചോദിച്ചാൽ മുത്തുനബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനാണ്. അതിലേറെ മഹത്വമുള്ള ഒരു ഭൂമി ലോകത്ത് വേറല്ല. എന്തേ കാരണം? അത് മുത്തുനബിയുടെ പുണ്യ ശരീരം പടക്കാനെടുത്ത മണ്ണാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ണങ്ങനെയായത്. ലോകത്തെ ഏറ്റവും വലിയ വെള്ളമേതാ? നമുക്കറിയാം, ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് പൊട്ടിയ ഇസ്മായിൽ നബിയുമായി ബന്ധമുള്ള മാഉ സംസമാണ് ലോകത്ത് വലിയ വെള്ളമെന്ന്. പക്ഷേ ആ വെള്ളത്തെക്കാൾ ഷറഫുള്ള വെള്ളം, അതിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അതിനേക്കാൾ ഷറഫുള്ള വെള്ളം മുത്തുനബിയുടെ വിരൽ ചാലുകളിൽ നിന്ന് പൊട്ടിയൊഴുകിയ വെള്ളമാണ്. എന്തേ കാരണം? അത് മുത്തുനബിന്റെ വിരലിൽ നിന്നാ വന്നത്. അതാ കാരണം. ഇതാണ് അഷ്റഫുൽ ഖൽഖാവാൻ കാരണം. ലോകത്തെ ഏറ്റവും വലിയ ബീവിമാരാരാ? ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ബീവിമാരാരാ? അസ്വാജു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്ക സ്വലാത്തിയല്ലാണ്. സ്വലാത്തൊക്കെ നിങ്ങൾ ചൊല്ലാത്തതിൽ നിങ്ങൾക്ക് ഖേദം തോന്നും. നിങ്ങൾ എന്റെ ഒപ്പം സ്വലാത്തി ചൊല്ലിക്കോളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഖേദം തോന്നും. ലോകത്തെ ഏറ്റവും വലിയ ബീവിമാർ അസ്വാജു റസൂലില്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ മക്കളാരാ? ഔലാദു റസൂലില്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ കുടുംബമേതാ? അഹ്ലു ബൈത്തി റസൂലില്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ ലീഡർ ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തെ ഏറ്റവും വലിയ അനുയായികളാരാ? അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെടുത്ത് പരിശോധിച്ചാലും അങ്ങനെയായിരിക്കും. ഏത് വിഷയം എടുത്ത് പരിശോധിച്ചാലും അങ്ങനെയായിരിക്കും. ഹബീബുനാ വസയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത് ലോകത്ത് രണ്ടാമത്തെ ഒരു മാതൃക അതിനില്ല. പടപ്പുകളുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിസ്തുലനായ വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ ജീവിതം ദമ്മാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കഥയുണ്ട്, ചരിത്രമുണ്ട്. ഞാനത് പറഞ്ഞു നീട്ടുന്നില്ല. പണ്ട് കേട്ടത് ഓർക്കാൻ വേണ്ടി പറയാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് മുല കുടിക്കുന്ന കാലഘട്ടത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹിക്ക് വലതുഭാഗത്തുള്ള പാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് തിരിച്ചു കിടത്തി ആ ഇടതുഭാഗത്തുള്ള അമ്മിഞ്ഞ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കാതെ ഒഴിഞ്ഞു. വായിൽ നിന്ന് അത് ഒഴിഞ്ഞു, തിരിഞ്ഞു കിടന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ കാരണം? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖസായിസിൽ പറയുന്നു, ഖാലൽ ഉലമാ, പണ്ഡിത ലോകം പറഞ്ഞത്, ഒന്നാമത്തെ വയസ്സിൽ, ഒരു വയസ്സായിട്ടില്ല, മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ കുടിക്കാറുള്ള ആ പാലിനപ്പുറത്ത് ഹലീമ ബീവിന്റെ മോൻ കുടിക്കുന്ന പാലും കൂടെ മുത്തുനബിക്ക് കൊടുത്തപ്പോ അത് കുടിക്കാതിരുന്നത് ലിഅന്നഹു ഖദ് അലിമ അന്ന ലഹു ശരീകം ഫിർറദാഅ. മുത്തുനബിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ ഉമ്മന്റെ പാല് കുടിക്കാൻ ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ ഈ ഉമ്മാന്റെ പാല് കുടിക്കാൻ ഒരു പാർട്ട്ണറും കൂടെ ഉണ്ടെന്ന ബോധമാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പാല് നിരസിച്ചതിന്റെ രഹസ്യം നീതിബോധമാണ്. എത്രാമത്തെ വയസ്സിലെ? ഒന്നാം വയസ്സിൽ. ഒരു വയസ്സിലല്ല കേട്ടോ, ഒന്നാം വയസ്സിൽ, മാസങ്ങൾ പ്രായമായിട്ടുള്ളൂ. അതാണ് നമ്മൾ മൗലിദ് കിതാബിൽ സാധാരണ പാടുന്നത്. നമ്മൾ സാധാരണ പാടാറില്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉക്കാന ഇബ്രാഹീമു ഉഅ്തിയ റുശ്ദഹു തല്ലാഹി ദൽ മൗലൂദു മിൻഹു അർഷദു. മൗലിദ് കിതാബിൽ നമ്മൾ ഓതാറുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രായമാകുന്നതിന്റെ മുമ്പ്, പക്വതയുടെ പ്രായമെത്തുന്നതിന്റെ മുമ്പ് പക്വത നൽകിയതാണ് ഇബ്രാഹിം നബിയുടെ വലിയൊരു സംഭവമായിട്ട് നമ്മൾ എണ്ണുന്നതെങ്കിൽ, ഔകാന ഇബ്രാഹിമു ഉഅ്തിയ റുശ്ദഹു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് ആതൈന ഇബ്രാഹിം
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്മൾ കൊടുത്തു റുഷ്ദഹു മിൻ ഖബ്ൽ. വിവേകം മുളക്കുന്ന പ്രായമാകുന്നതിന്റെ മുമ്പ് തന്നെ വിവേകം നൽകി. നമുക്കൊക്കെ വിവേകം പൂർണ്ണാകുക 40 വയസ്സ് തികയുമ്പോഴാ അല്ലേ? അതുവരെ കുട്ടിക്കളികൾ ഉണ്ടാകും. 40 തികഞ്ഞാല് പൂർത്തിയായി എന്നാ വെപ്പ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ വിവേകം കാണിച്ചത് ഖുർആൻ പറഞ്ഞു. ആ വിവേകം പറഞ്ഞത് 12ാമത്തെ വയസ്സിലാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി 12ാം വയസ്സിൽ കാണിച്ച വലിയൊരു വിവേകം സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, ചെറുപ്പത്തിൽ തന്നെ ഇബ്രാഹിം നബിക്ക് നമ്മൾ വലിയ തന്റേടം നൽകി, പക്വത നൽകി, വിവേകം നൽകി. എന്നാൽ മഖ്ദൂം തങ്ങൾ പറയാണ്, തല്ലാഹിദൽ മൗലൂദു മിൻഹു അർഷദു. എന്നാ നമ്മളിപ്പം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞനില്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് മിൻഹു അർഷദൂ, ഇബ്രാഹിം നബിയേക്കാൾ വലിയ വിവേകിയാണ്. ഏറ്റവും വലിയ വിവേകമാണ് കാണിച്ചത്. ഇബ്രാഹിം നബി 12ാം വയസ്സിലല്ലേ വിവേകം കാണിച്ച് ലോകത്തെ ഞെട്ടിച്ചത്. എന്നാൽ ഇതാ ഇവിടെ മുത്തുനബി ഹലീമ ബീവിയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് 1ാം വയസ്സിൽ വിവേകം കാണിച്ച് ലോകത്തെ ഞെട്ടിക്കുന്നു. പോരെ, തല്ലാഹിദൽ മൗലൂദു മിൻഹു അർഷദു. അപ്പൊ നമ്മളൊക്കെ ചെറുപ്രായത്തിൽ നമുക്കൊക്കെ ബാല്യകാല ചാബല്യം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കുറെ വികൃതികളൊക്കെ കാണിക്കും. എന്റെ കൂടെ പഠിച്ചവരിവിടെ ഉണ്ട്. പന്നൂർ ഹുസൈൻ സഖാഫിയുണ്ട്, കാന്തപുരത്തെ മുഹമ്മദ് സഖാഫിയുണ്ട്. ഞങ്ങളൊക്കെ ഒരു റൂമിൽ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ചിരിച്ച് വളർന്ന് പഠിച്ചവരാ. ചെറുപ്പത്തിൽ എന്തെല്ലാം വികൃതികൾ നമ്മൾ കാണിക്കും. ചെറിയ കാലത്ത് അങ്ങനെയാ. പക്ഷേ വളർന്ന് വലുതായി നമ്മൾ ദർസ് നടത്താനും വയലു പറയാനും ഒക്കെ തുടങ്ങുമ്പോൾ ഇപ്പൊ എന്റെ നാട്ടിൽ ഞാൻ എല്ലാ കൊല്ലവും 5 ദിവസത്തെ വയലു പറയും. അതിന് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത നാട്ടുകാർ മുഴുവനും പങ്കെടുക്കും, യാതൊരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ. അള്ളാഹു തന്ന വലിയൊരു ഫളിലാണ്. 10-14 വർഷമായി അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും എല്ലാ കൊല്ലവും 5 ദിന പ്രഭാഷണം. ഞാൻ പറയുന്നത്, എന്റെ വയല് കേൾക്കാൻ എന്റെ മുമ്പിൽ ഇരിക്കാറുള്ളത് എന്റെ കൂടെ പഠിച്ച ഷെരീഫും ഇബ്രാഹിമും ജഅഫറും ഒക്കെ ആ കൂടെ ഇരിക്കുക. അവർക്ക് ചെറുപ്പത്തിൽ എന്റെ വികൃതികളെ കുറിച്ച് അറിയാം. പക്ഷേ അവര് വയല് പറയുമ്പോ ആ വയല് കേട്ടിട്ട് കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയാണ്. അവര് ബഹുമാനത്തോടെ അത് കേൾക്കുകയാണ്. ഞാൻ ഒരിക്കലും അനീതി കാണിക്കരുത്, നിങ്ങൾ മറ്റൊരുത്തന്റെ സമ്പത്ത് മോഷ്ടിക്കരുത്, തട്ടിപ്പറിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വയലു പറയുമ്പം ഒരിക്കലും എന്റെ കൂട്ടുകാര്, എടാ ചെറുപ്പത്തില് ഞങ്ങളെ ചോറ്റും പാത്രത്തിൽ നിന്ന് കൂട്ടാൻ മോഷ്ടിച്ചിട്ടില്ല നീ, ചോദിച്ചിട്ടില്ല എന്റെ സുഹൃത്തുക്കൾ, ഞങ്ങളെ പോക്കറ്റിൽ നിന്ന് മിഠായി എടുത്തിട്ടില്ല നീ, ഇതൊക്കെ മോഷണമല്ലേ, തട്ടിപ്പറിയല്ലേ എന്ന് ചോദിച്ചിട്ടില്ല. കാരണം എന്താ? അതിന് ബാല്യകാല ചാബല്യം, അത് ചെറുപ്പത്തിലുള്ള വീക്ക്നെസ്സുകളാണ്. അത് അങ്ങനെ തന്നെ വിട്ടുതരും. എന്നാൽ മുത്തുനബി എന്ന വ്യക്തിത്വത്തെ അല്ലാഹു എത്രത്തോളം ആദരിച്ചു എന്നറിയോ? ഒരു ബാല്യകാല ചാബല്യം പോലും മുത്തുനബിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അംറുക എന്നതിൽ നിന്ന് അങ്ങനെ ഏതാനും വർഷത്തെ ബാല്യകാല ചാബല്യങ്ങൾ എക്സെപ്ഷൻ ആയിരിക്കും. അതുണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് കാടടച്ച് ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅ്മഹൂൻ എന്ന് പറയണമെങ്കിൽ 1 സെക്കൻഡ് പോലും മലിനമാകാൻ പാടില്ല പ്രായത്തിൽ. അതിലൊരു 5 സെക്കൻഡ് സമയമാണ് ഇപ്പൊ ഈ ഉമ്മ മുല കൊടുക്കാൻ ശ്രമിച്ചതും കുടിക്കാതിരുന്നു. അന്നെങ്ങാനും പാളിപ്പോയിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് 40 തികഞ്ഞു ഖുർആൻ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് നിന്ന് വഅദ് പറയാണ്. ആ മദീനയിൽ വന്നിട്ട് ഈ ഹലീമ ബീവിയും മക്കളും വിശ്വസിക്കുകയാണ്. ചരിത്രം നമുക്കറിയാലോ. അതിനുശേഷം നബി തങ്ങൾ വഅദ് പറയാൻ നിൽക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് വഅദ് പറയാണ്, നിങ്ങൾ നീതി പാലിക്കണം, അതാണ് പടച്ചോനെ പേടിക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ് പറയുകയാണെങ്കിൽ ആ സദസ്സിന്റെ മൂലയിൽ നിന്ന് ഹലീമ ബീവിയുടെ മകൻ, അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അബ്ദുള്ളയാണോ ലംറത്താണോ എന്നൊക്കെ, അല്ലെങ്കിൽ അബ്ദുള്ള എഴുന്നേറ്റിട്ട്
മൂപ്പര് സദസ്സിൽ എഴുന്നേറ്റിട്ട് പറയാണ്, അത്ര അങ്ങ് നീതിബോധം പ്രസംഗിക്കരുതേ, ചെറുപ്പത്തിൽ എൻ്റെ പാല് കുടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഒരു ചാൻസ് അവിടെ ബാക്കി വരും. അള്ളാഹു തീരുമാനിച്ചു അങ്ങനെ ഒരു ചാൻസ് പോലും മുത്തുനബിയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അള്ളാഹു തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ പോലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. നോക്ക് നിങ്ങൾ, എത്ര പരിശുദ്ധമായ ജീവിതമാണ് മുത്തു റസൂലിന്റെ ജീവിതം. അതുകൊണ്ട് ഹബീബിന്റെ നിഷ്കളങ്കമായ ജീവിതം, തെളിഞ്ഞ ജീവിതം, അതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് മാതൃക. അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രമാണം. അല്ലെങ്കിലും തൗഹീദിന്റെ അവ്വൽ ദലീലാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുത്തുനബിയെയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തായാലും കുറച്ചു സമയം നിങ്ങൾ ഇരുന്നാൽ, കൂടുതൽ സമയമൊന്നും പോവില്ല, 1 മണിക്കൂറും കൂടെ. 10 മണിക്ക് പ്രഭാഷണം അവസാനിപ്പിക്കും. 1.5 മണിക്കൂറാണ് ഞാൻ സമയം നിശ്ചയിച്ചത്. ഞാൻ അങ്ങനെ പറയുന്നത് എൻ്റെ വയല് കേട്ട് പരിചയമുള്ളവർക്ക് അറിയും. 1 സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. പറഞ്ഞെടുത്ത് വെക്കും. അപ്പൊ അതുകൊണ്ട് ഇത് എത്ര സമയം ഇരിക്കേണ്ടി വരും നിങ്ങൾ പിടുത്തം കിട്ടാതെ ഇരിക്കണ്ട. 10 മണിക്ക് നിർത്തും ഇൻഷാ അല്ലാഹ്. അതിന്റെ ഇടയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മുത്തുനബിയെ ശരിക്ക് ഒരു വലിയ സംഭവമാണ് ഹബീബ് എന്ന് മനസ്സിലാക്കുക. അല്ല ഹബീബിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നല്ല. തൗഹീദിന്റെ ഏറ്റവും വലിയ തെളിവാണ് റിസാലത്ത്. നിങ്ങൾ നോക്ക്, തൗഹീദ് അവതരിപ്പിക്കുന്ന സൂറത്ത് ഏതാ? തൗഹീദ് ഭംഗിയായി പടച്ചോൻ അവതരിപ്പിച്ച സൂറത്ത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സൂറത്തുൽ ഇഖ്ലാസ് ആണ്. അതിന് സൂറത്തു തൗഹീദ് എന്ന് പേരുണ്ട്, സൂറത്തു തഫ്രീദ് എന്ന് പേരുണ്ട്, സൂറത്തുൽ ഈമാൻ എന്ന് പേരുണ്ട്. തൗഹീദ് അതിന്റെ ആദ്യാന്ത്യം അതിൽ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെല്ലാം ചേരുവകളാണോ വേണ്ടത് അത് മുഴുവനും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിലുണ്ട്. ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്. അല്ലാഹു ഏകനാണ്. സത്തയിലും വിശേഷണങ്ങളിലും അല്ലാഹു തആല ഏകനാണ്. അല്ലാഹു സമദ്, അല്ലാഹു ഒരാളെയും ആശ്രയിക്കാത്ത, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന പരിശുദ്ധ സത്തയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അല്ലാഹു സമദ്, ലം യലിദ്, അല്ലാഹുക്ക് മക്കളില്ല. വലം യൂലദ്, അല്ലാഹുക്ക് മാതാപിതാക്കളില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്തിനധികം അല്ലാഹുവിനെ ഒരു മോഡൽ പറയാൻ ലോകത്തൊരാളുമില്ല. അല്ലാഹുവിനെ പോലെ എന്ന് പറയാൻ മോഡൽ അവതരിപ്പിക്കാൻ കഴിയില്ല. നിസ്തുലനാണ് പടച്ച റബ്ബ് അല്ലാഹു ജല്ല ജലാലു. എല്ലായിട്ടും എന്ന് പറഞ്ഞാല് ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട് ഇലാഹാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വികലമായ ആശയങ്ങൾ ഉണ്ടോ, ഇതുവരെ വന്നതും ഇനി വരാനുള്ളതും ഇനി വരില്ലെങ്കിൽ സാങ്കല്പിക ലോകത്ത് പോലും ഉള്ളതിനും മറുപടി അതിലുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ ഇപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് വിശദീകരിക്കല്ല. എന്റെ വിഷയം എന്താന്ന് ചോദിച്ചാല്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് സൂറത്തുൽ ഇഖ്ലാസ് മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതെങ്കിൽ ഹുവല്ലാഹു അഹദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സമദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലം യലിദും ലാ ഇലാഹ ഇല്ലല്ലാഹ്, വലം യൂലദും അങ്ങനെ തന്നെയാണ്, വലം യകുൽ ലഹു കുഫുവൻ അഹദും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഖുൽ എന്നത് തൗഹീദല്ല. നബിതങ്ങളോട് അല്ലാഹു പറയാണ്, മുത്തുനബിയെ തങ്ങള് പറയണം, തങ്ങള് പറയണം ഹുവല്ലാഹു അഹദ്, വസ്തുത അല്ലാഹു ഒരുവനാണ്. തങ്ങള് പറയണം. ഈ തങ്ങള് പറയണം എന്ന് പറഞ്ഞത് എന്താ? റിസാലത്താ. അത് തൗഹീദല്ല, അത് റിസാലത്താണ്. എന്തേ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു ബുദ്ധിമാൻ, ഒരു വലിയ ചിന്തകൻ ഒരു റൂം അടച്ചിട്ടിരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം അയാൾക്ക് മനസ്സിലായി അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പറ്റില്ല. ആരും അയാളോട് പറഞ്ഞിട്ടില്ല, അയാൾ ആരെയും കേട്ടിട്ടുമില്ല. അയാൾ ഒറ്റക്ക് മനസ്സിലാക്കിയതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അയാൾ അങ്ങ് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ പറഞ്ഞാൽ ആ മനുഷ്യൻ മുസ്ലിമാവുമോ?
നിങ്ങളെന്താ പഠിച്ചത്? ആകൂലാന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ലോകത്തെ യഥാർത്ഥ ആരാധ്യനില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് സമ്മതിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുന്നു എന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം എന്നോട് വിളിച്ചു പറയാൻ അല്ലാഹു പറഞ്ഞയച്ച ദൂതരാണെന്നും കൂടെ വിശ്വസിക്കണം. അപ്പോഴേ മുസ്ലിമാവൂ. അപ്പൊ മുത്തുനബി പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെടണം, അപ്പോഴേ ശരിയാവുള്ളൂ. അപ്പൊ അല്ലാഹ് പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ്. തൗഹീദ് റിസാലത്തില്ലാതെ തൗഹീദ് ശരിയാവില്ല. റിസാലത്തില്ലാതെ തൗഹീദ് ശരിയാവില്ല. മുത്തുനബി വേണം. മുത്തുനബി പറഞ്ഞത് കേട്ടിട്ട് വിശ്വസിക്കണം, അപ്പോഴാണ് അത് ശരിയാകുന്നത്. ഈ വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ കഴിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് തൗഹീദിന്റെ ഒന്നാം തെളിവ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? അത് മുത്തുനബിയാണ്. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ന് ഖുറൈശികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ചരിത്രം നിങ്ങൾക്കറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഫാ കുന്നിൽ കയറി. വഅൻദിർ അശീറതകൽ അഖറബീൻ. അല്ലാഹു തആല മുത്തുനബിയോട് പറഞ്ഞു, അങ്ങയുടെ അടുത്ത ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങൾ അവർക്ക് താക്കീത് നൽകണം, അവർക്ക് വഅദ് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഫാ കുന്നിലേക്ക് കയറി. സ്വഫാ കുന്നിലേക്ക് കയറിയിട്ട് നബി തങ്ങൾ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി, യാ ബനി ഫിഹർ, യാ ബനി അദി. ഖുറൈശി കുടുംബങ്ങളെ, ഓരോ തറവാടുകളെയും ഇങ്ങനെ പേരെടുത്ത് വിളിച്ച് അവരെ വിളിച്ചു വരുത്തി. എല്ലാവരും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളി കേട്ടിട്ട് എത്താത്ത ഒരൊറ്റയാളുമില്ല. ഫജഅല റജുലു ഇദാ ലം യസ്തതി അൻ യഖ്റുജ അർസല റസൂലൻ ലിയംദുറ മാ ഹുവൽ ഖബർ. ഒരാൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ, ഒരു തറവാട്ടുകാർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാളെ പകരം വിടും. എന്താണ്? മുഹമ്മദ് നബി വിളിച്ചിട്ടുണ്ട്, മുഹമ്മദ് വിളിച്ചിട്ടുണ്ട്, അല്ലമീൻ വിളിച്ചിട്ടുണ്ട്. അന്നൊക്കെ അല്ലമീന, അൽ അമീൻ വിളിച്ചിട്ടുണ്ടെന്ന് പോയി നോക്കൂ. 40 വയസ്സ് വരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഇവർക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇവർക്ക് സുസമ്മതനാണ് മുത്തുനബി. ഒന്ന് പോയി നോക്കാൻ എല്ലാവരും ഒരുമിച്ച് കൂടി. ആ ഒരുമിച്ച് കൂടിയിടത്ത് നിന്ന് അള്ളാഹുവിന്റെ റസൂൽ, അബൂലഹബ് ഉണ്ട് ആ കൂട്ടത്തിൽ, റസൂലുള്ളാഹി തങ്ങളുടെ സ്വന്തം പിതൃവ്യൻ മൂത്താപ്പ അബൂലഹബ് ഉണ്ട് ആ കൂട്ടത്തില്. യാ അല്ലാഹ്, എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പം ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അറഅയ്തും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ ബിൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും അകുൻതും മുസദ്ദിഖിയ. ഞാൻ പറയാണ്, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പട വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സജ്ജരാകുവോ? നിങ്ങൾ എന്നെ ശരിവെക്കുവോ? ഞാൻ പറഞ്ഞത് സത്യാണെന്ന് പറയോ? അപ്പൊ അവര് പറഞ്ഞു. ഉടനെ തന്നെ ഇത് കേട്ടപ്പോ അവര് പറഞ്ഞു, മുഹമ്മദേ, ഖാലൂ നഅം, യെസ്, ഞങ്ങളത് അംഗീകരിക്കും. കാരണം മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖ, ജീവിതത്തിൽ നീ സത്യം പറയുന്നതല്ലാതെ ഞങ്ങൾ കേട്ടിട്ടില്ല. ഇവരന്ന് പറഞ്ഞതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ്. ശരി, അപ്പൊ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പായില്ലേ? അതെ, ഉറപ്പാണ്. എങ്കിൽ ഞാൻ ഇതാ ഒരു സത്യം നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഫഇന്നീ ലകും നദീറും ബൈന യദൈ അദാബിൻ ശദീദ്. നിങ്ങൾ ഈ പോകുന്ന പോക്ക് പോയാൽ ഈ ബിംബാരാധനയിൽ മൂടുറച്ചുള്ള ജീവിതം നിങ്ങളെ അപകടപ്പെടുത്തും. പരലോകത്ത് ശക്തമായ ഒരു ശിക്ഷ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ നന്നാവണം, നിങ്ങൾ തൗഹീദിലേക്ക് വരണം. അദ്ഉകും മിൻ ഇബാദത്തിൽ അസ്നാമി ഇലാ ഇബാദത്തിർ റഹ്മാൻ. ഞാൻ നിങ്ങളെ വിഗ്രഹാരാധന അത് വിട്ടുകളഞ്ഞ് നിങ്ങൾ റഹ്മാനായ റബ്ബിനെ ആരാധിക്കണം എന്ന സന്ദേശത്തിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴാണ് അബൂലഹബ് ചോദിച്ചത്, തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നാശം വരട്ടെ നിനക്ക്.
തുലയട്ടെ മുഹമ്മദേ, നീ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹു മറുപടിയായിട്ട് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് എന്ന ആയത്ത് ഇറക്കുന്നത്. സംഭവം നിങ്ങൾക്കറിയാം. ഞാനിപ്പോ ഇതെന്തിനാ പറഞ്ഞത് എന്ന് ചോദിച്ചാല് മുത്തുനബിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തെളിവ്. എന്താ കാരണം? ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുത്തുനബി പറഞ്ഞ വാർത്ത അത് ശരിയാവുള്ളൂ. ഒരു ന്യൂസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു ഖബറാണ്, അതൊരു ന്യൂസാണ്. അത് സത്യമാണോ കളവാണോ എന്ന് എങ്ങനെയാ തിരിച്ചറിയാം? അത് പറഞ്ഞ മുഖ്ബിർ, ആ ന്യൂസ് റീഡർ അല്ലെ, അത് വായിച്ചയാള്, ആ വാർത്ത വായിച്ചയാളായ വാർത്ത പറഞ്ഞയാള് സത്യസന്ധനാണെങ്കിൽ വാർത്ത സത്യമായിരിക്കും, കള്ളനാണെങ്കിൽ കളവായിരിക്കും. ഇവിടെ ശത്രുക്കൾ തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നു. മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖാ. പിന്നെ ആ വാർത്തയെ അവഗണിക്കാൻ എന്താണ് അവരുടെ മുമ്പിലുള്ള പ്രചോദനം? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഹബീബിന്റെ ജീവിതം അത് നിഷ്കളങ്കമാണ്. ആ ജീവിതമാണ് ഏറ്റവും വലിയ തെളിവ്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, നബിയേ, ഇത് അല്ലാഹു നന്നാകൂല എന്ന്, ഇവർ നന്നാവൂലാന്ന് അല്ലാഹു നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ കൂട്ടരാണ് ഇത് നബിയേ. ഖുൽ ലൗ ശാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബിഹി ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലി അഫലാ തഅഖിലൂൻ. നബിയേ, തങ്ങൾ അവരോട് പറയണം, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സന്ദേശത്തെ തള്ളിക്കളയുന്നത്? എന്റെ മെസ്സേജുകൾ, അള്ളാഹു തന്ന മെസ്സേജുകൾ ഞാൻ കൈമാറുമ്പം നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് ഇതിനെ തള്ളിക്കളയുന്നത്? നിങ്ങൾക്കറിയില്ലേ, 40 വയസ്സുവരെ ഞാൻ എഴുതിയിട്ടില്ല, വായിച്ചിട്ടില്ല, ഒരു ഉസ്താദിന്റെ കീഴിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഔദ്യോഗിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല. അവിടെയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കുന്നത്. ഖുർആനോദി അല്ലാഹു തീരുമാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഖുർആൻ ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് ഓതിത്തരിക? തികഞ്ഞ ഉമ്മിയായ ഞാൻ എങ്ങനെയാണ് ഖുർആൻ ഓതുക? നിങ്ങളെ കൂട്ടത്തില് ആ ഖുർആൻ ഏറ്റവും അറിയുന്ന ആള് ഞാൻ എങ്ങനെയാണാവുക? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ഖുർആൻ അല്ലാഹു നിങ്ങൾക്ക് ഒരിക്കലും അറിയിച്ചു തരികയുമില്ലായിരുന്നു. നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കിയാൽ പോരെ. ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി. ഞാൻ ഇന്നോ ഇന്നലെയോ ഒരു നൂലിൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന നേതാവല്ലല്ലോ, അല്ലെങ്കിൽ മറ്റേതോ ദേശത്ത് നിന്ന് വന്ന് കള്ള ശൈഖ് ചമയാണ് എന്ന് എന്നെ പറ്റി പരാതി പറയാൻ ഇടം നൽകുന്ന നേതാവുമല്ലല്ലോ. ഞാൻ നീണ്ട 40 കൊല്ലം നിങ്ങൾക്കിടയിൽ പച്ചയായ മനുഷ്യനായി ജീവിച്ചിട്ടില്ലേ? നിങ്ങൾ എന്റെ വാക്കും പ്രവൃത്തിയും കണ്ടവരല്ലേ? എവിടെയാ നിങ്ങൾ കുഴപ്പം കണ്ടത്? ഫഖദ് ലബിസ്തു ഫീകും ഉമറാ. ഒരു നീണ്ട കാലം ഞാൻ നിങ്ങളിൽ താമസിച്ചിട്ടില്ലേ? മിൻ ഖബ്ലിഹി. ഈ ഖുർആൻ ഇറങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് എന്നെ 40 കൊല്ലത്തെ പരിചയമില്ലേ? എന്നിട്ട് അഫലാ തഅഖിലൂൻ. ഇനിയും എന്നെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് തലക്ക് വെളിവില്ലയോ? അഫലാ തഅഖിലൂൻ. ഇത്ര മനോഹരമായ അവതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങളാണ് തൗഹീദിന്റെ പ്രഥമ തെളിവ്. ഇതുകൊണ്ടാണ് മഖ്ദൂം തങ്ങൾ പറഞ്ഞത് വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി സ്വല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. നബി തങ്ങളോട്
അനുരാഗം മൂത്ത്, ഇഷ്ക് മൂത്ത്. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറയാണ്, വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ, അങ്ങയുടെ പ്രശോഭിക്കുന്ന ഷറഫാക്കപ്പെട്ട മുഖമാണ്. അതിന്റെ ആശയം പണ്ഡിതന്മാര് പറഞ്ഞത്, നബിയെ തങ്ങളെക്കുറിച്ചുള്ള മങ്ങാത്ത ഓർമ്മ, അങ്ങയെക്കുറിച്ചുള്ള ജീവിക്കുന്ന ഓർമ്മ, അതാണ് വജ്ഹുകൽ വല്ലാഹ് എന്ന് പറഞ്ഞത്. അതാണ് ഹുജ്ജതുനാ, എന്നും ഞങ്ങളെ തെളിവ് നബിയേ തങ്ങളാണ്. തങ്ങളാണ് ഞങ്ങളുടെ പ്രമാണം. ജനങ്ങളൊക്കെ വ്യത്യസ്ത പ്രമാണങ്ങളുമായി വരുമ്പം ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള പ്രമാണം, ഞങ്ങളുടെ പ്രമാണം മുത്തുനബിയാണെന്നാണ്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിച്ച്, നിങ്ങളെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന് കാഷ്ടവും മൂത്രവും വേർതിരിച്ചറിയുന്ന പ്രായമായാൽ, തമീസായി കഴിഞ്ഞാൽ, ഫത്ഹുൽ മുഈനിൽ എന്താ പറഞ്ഞത്? മുമയ്യിസായ കുട്ടിക്ക് വഅവ്വലു വാജിബിൻ അലൽ ആബാഇ തഅലീമുഹു, മാതാപിതാക്കൾക്ക് ആദ്യത്തെ ബാധ്യത തഅലീമുഹു, മുമയ്യിസായ കുട്ടിയെ പഠിപ്പിക്കണമെന്നാണ് മാതാപിതാക്കളോട് ആദ്യമായി നിഷ്കർഷിക്കുന്നത്. എന്ത് പഠിപ്പിക്കണം? അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന. മുത്തുനബി ജനിച്ചത് മക്കത്താണ്, മുത്തുനബി വളർന്നത് മക്കത്താണ്, മുത്തുനബി നിയോഗിക്കപ്പെട്ടത് മക്കത്താണ്. ബുഇസ ബിമക്ക, അതിന്റെ എല്ലാം കൂടെ പ്രയോഗമാണത്. അതുകൊണ്ടാണ് ഇയാനത്തും കൂടെ കൂട്ടി വായിക്കുമ്പോ അവിടെയൊക്കെ നമുക്ക് കിട്ടും. എന്ന് പറയുന്നിടത്ത് എന്ന് പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ മദീനയിലാണ് വഫാത്താകുന്നതും, അതുപോലെ തന്നെ ഖബറടക്കം ചെയ്യപ്പെട്ടതും മദീനയിലാണ്. മുത്തുനബിയുടെ നേരത്തെ പറഞ്ഞല്ല അംറുഖ എന്ന് പറഞ്ഞ 63 കൊല്ലക്കാലത്തെ ജീവിതം 53 കൊല്ലം മക്കയിലാണ്. ശേഷിക്കുന്ന 10 ഹബീബ് റസൂലുള്ളാഹിയുടെ പുണ്യ ജീവിതം മദീനയിലാണ്. അപ്പൊ മക്കയും മദീനയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുത്തുനബിയുടെ ജീവിതം A to Z പഠിപ്പിക്കണം. അതുകൊണ്ട് കാഷ്ടം എന്താണ്, മൂത്രം എന്താണ് എന്ന് തിരിച്ചറിയുന്ന പ്രായമെത്തിയാൽ, അതാ തമ്മീസിന്റെ പ്രായം എന്നുള്ളത്. മുമയ്യിസായ കുട്ടി എന്ന് എപ്പോഴാ പറയാ? അപ്പിയിട്ടിട്ട് വാരി തിന്നാത്ത കുട്ടി. ചെറിയ കുട്ടികളെ അവരിട്ട അപ്പി അവരെന്നെ വാരി തിന്നു, അവരൊഴിച്ച മൂത്രത്തിൽ അവർ കളിക്കും. ഇത് മൂത്രാണ്, ഇത് കാഷ്ടാണ്, അയ്യേ എന്ന് ഓർമ്മയുള്ള ഒരു പ്രായം ഉണ്ടല്ലോ, അതിനാണ് തമ്മീസിന്റെ പ്രായം എന്ന് പറയുന്നത്. അപ്പിയിട്ടാലും മൂത്രമൊഴിച്ചാലും ഒക്കെ സ്വന്തം വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു കാലം, സ്വന്തം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കാലം, അങ്ങനെയൊക്കെ ഉലമാക്കൾ അതിന്റെ നിർവചനം പറഞ്ഞിട്ടുണ്ട് മുമയ്യിസിന്. അപ്പൊ ഞാൻ പറയാണ്, കാഷ്ടവും മൂത്രവും എന്താന്ന് വേർതിരിച്ചറിയാനായാലേ ആ കുട്ടിക്കൊരു ഉമ്മയും ബാപ്പി ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താ പഠിപ്പിക്കേണ്ടത്? അല്ലാഹു ഉണ്ട് എന്നല്ല, ശരിക്കും പഠിച്ചോളൂ. അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബിമക്ക ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബയോഡാറ്റയാണ് ആ കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കേണ്ടത്. കാരണം എന്താണ്? മുത്തുനബിയിലൂടെയാണ് അല്ലാഹുവിലേക്ക് എത്തുക, മുത്തുനബിയിലൂടെയാണ് അല്ലാഹുവിലേക്ക് എത്തുക. മർഹൂം ബാപ്പു ഉസ്താദ്, തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്, പരിചയമുള്ളവരായിരിക്കും സാസിലുള്ളവർ പലരും. ബാപ്പു ഉസ്താദിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എന്താ ഉസ്താദ് ഇത് ഇങ്ങനെ? ഉസ്താദിന്റെ വീട്ടിലേക്ക് തന്നെ ചൊല്ലുമ്പോ മുന്നിലെ വാതിലിൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയിട്ട് അകത്തെ വാതിൽ അല്ലാഹു ജല്ല ജലാലു. അപ്പൊ ഒരാൾ ചോദിച്ചു, ഒന്നും കൂടെ അദബ്, ആദ്യത്തെ വാതിൽ അല്ലാഹു ജല്ല ജലാലു, രണ്ടാമത്തെ വാതിലിൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വെക്കലായിരുന്നില്ലേ? അപ്പൊ എന്താ ഉസ്താദിന്റെ മറുപടി അറിയോ? മോനെ, നിനക്ക് അങ്ങനെയാണെങ്കിൽ ഈ അങ്ങനെ വെച്ചോ, ഞാൻ നീയായിട്ട് വാദപ്രതിവാദത്തിനൊന്നുമില്ല. എനിക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ഞാൻ അതാദ്യം വെച്ചു എന്നേ ഉള്ളൂ. എനിക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നത് ഈ മുഹമ്മദ് നബിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങനെ അങ്ങ് ഓവർടേക്ക് ചെയ്യാം? ശ്രദ്ധിക്കണം, അതാണ് യഥാർത്ഥ ആശിക്കീങ്ങളുടെ ലോകം. അപ്പൊ ശരിക്കും മനസ്സിലാക്കുക,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്, യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയുണ്ടെങ്കിൽ ഇടവും വലവും നോക്കാതെ, ഇടം വലും നോക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പോഴല്ലേ ക്ലിയർ ആവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അതിന് അല്ലാഹ് നടത്തിയൊരു വല്ലാത്ത പരീക്ഷണമുണ്ട്. ഖിബ്ലയുടെ മാറ്റം, ഖിബ്ലയുടെ ചേഞ്ചിങ് ശ്രദ്ധിച്ചു നോക്കൂ. ഖിബ്ല മാറ്റി, മസ്ജിദുൽ ഖിബ്ലതൈനി ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയോല് കണ്ടിട്ടുണ്ടാവും. ഇരു ഖിബ്ല പള്ളി, അതായത് മദീനയിലെത്തി 16-17 മാസക്കാലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസ് ഖിബ്ലയാക്കിയിട്ട, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാ നിസ്കരിച്ചത്. അത് ജൂതന്മാരെ അന്വയിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പോഴേ തങ്ങൾ പറഞ്ഞത് അവർ കേൾക്കുള്ളൂ. അതിനാദ്യം എങ്ങനെ ചെയ്യണം, പിന്നെ ഇപ്പോ ഖിബ്ലക്ക് മുന്നിട്ട് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞോടത്തേക്ക് തിരിയാന്നുള്ളതാ. അപ്പൊ ആ 16-17 മാസക്കാലം കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചാൽ പറ്റൂല, അതും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ തിരിഞ്ഞോളണം. അത്രയല്ലേ അതിന്റെ കഥയുള്ളൂ, കാര്യമുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് നിസ്കരിച്ചു. പക്ഷെ അല്ലാഹു പറഞ്ഞു, ഈ ഖിബ്ല മാറ്റി തരൂട്ടോ, ഇത് തൽക്കാലം ഒരു പൊടിക്കയ്യ, അവരെ ഒന്ന് പോക്കറ്റിലാക്കാനുള്ള ഒരു പരിപാടിയാണ്. കഴിഞ്ഞാൽ ഞാൻ പഴയ ഖിബ്ലയിലേക്ക് തന്നെ തങ്ങളെ മാറ്റി തരും. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ മാറ്റി തരും എന്ന് പറഞ്ഞപ്പോ ഒരു പ്രതീക്ഷ, അതെപ്പോഴാ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ വഹി വരുന്നുണ്ടോ. അപ്പോഴാ അള്ളാഹു പറഞ്ഞത്, തങ്ങൾ ഇടക്കിടക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കുക, വഹിയുമായിട്ട് വരുന്നുണ്ടോ, ഖിബ്ലന്റെ ചേഞ്ചിങ് പ്രഖ്യാപനം വരുന്നുണ്ടോ, ഖിബ്ല മാറ്റിയതായിട്ട് അറിയിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, നബിയെ തങ്ങൾ ഇഷ്ടപ്പെട്ട ഖിബ്ലയിലേക്ക് തങ്ങളെ നമ്മൾ തിരിക്കുക തന്നെ ചെയ്യും. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഇതെവിടുന്നാ? നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്ന മസ്ജിദുൽ ഖിബ്ലതൈനിയിൽ വെച്ചാ. അതൊരു കുടുംബ പള്ളിയായിരുന്നു അന്ന്. ആ കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൽക്കാരത്തിന് പോയി. അവിടെ പോയി അസ്ർ നിസ്കരിച്ചു. അസ്ർ നിസ്കരിച്ചപ്പോൾ 2 റക്അത്ത് പഴയതുപോലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിക്കുന്നു സങ്കല്പിക്കുക. നേരെ ബാക്കിലാണ് കഅബ ഉണ്ടാവുക, ഇങ്ങോട്ട് തിരിഞ്ഞാലാണ് കഅബയാകുക. ഇങ്ങോട്ട് തിരിഞ്ഞാ നിസ്കരിക്കുന്നത്. 2 നിസ്കരിച്ചു. ഇവിടെ എങ്ങനെയാണ് ഖിബ്ല ഉള്ളത്? ഇങ്ങോട്ട് ബാക്കോട്ടാ. അപ്പൊ ക്ലിയറാ. ഇങ്ങോട്ട് തിരിഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നത്. 2 റക്അത്ത് കഴിഞ്ഞു. 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും നോക്കിയില്ല, നബി ഇങ്ങ് തിരിഞ്ഞു. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇമാമ് മൗമൂമിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു, മൗമൂമിങ്ങൾ ഇമാമിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അല്ലേ? ഒരു സെക്കൻഡ് പോലും അവിടെ താമസിച്ചില്ല. നബി തിരിഞ്ഞു എന്ന് കണ്ടപ്പോ മൗമൂമിങ്ങൾ മുഴുവനും ഇങ്ങോട്ട് തിരിഞ്ഞു. എന്തേ സംഭവിച്ചു എന്നൊരു അന്വേഷണം പോലും ഇല്ല. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പാസേജ് കൊടുത്തു. അവർ നബി തങ്ങൾക്ക് മുന്നേക്ക് വരണം. അപ്പം എന്തായി? മൗമൂമിങ്ങൾ മുന്നിലും ഇമാമ് ബാക്കിലുമായി. അപ്പൊ ആ പാസേജിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. ഇന്നത്തെ പോലെ വലിയ പള്ളിയല്ല, കുടുംബ പള്ളി, കുറഞ്ഞ ആളുകളെ ഉള്ളൂ. 2-3 സഫ് അത് കണ്ട് മുറിച്ച് കടന്ന് നിങ്ങൾ വന്നാ മതി. വന്നു, അടുത്ത 2 റക്അത്ത് നിസ്കരിച്ചു പൂർത്തീകരിച്ചു. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഇത് അല്ലാഹ്ക്ക് എത്ര സുഖം ഉണ്ടായിരുന്നു അസറിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ. അപ്പൊ ഈ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അസറിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണെങ്കിൽ നബിക്ക് ആ ക്ലാസ് എടുത്തു കൊടുത്തിട്ടാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. പോട്ടെ, ബാങ്ക് കൊടുത്തു, ഉളൂ ചെയ്തു, സുന്നത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പ പറഞ്ഞിരുന്നെങ്കിൽ നബി തങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു. ഇനി മുതൽ ഈ അസുരസ്കാരത്തോടുകൂടി നമ്മൾ മാറുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ നിസ്കാരത്തിൽ ഇത് മിണ്ടാൻ വയ്യ, പറയാൻ വയ്യ, ചോദിക്കാൻ വയ്യ. നബി തിരിഞ്ഞാണ്ടാണ് തിരിഞ്ഞോളണം. അല്ലേ? ഇങ്ങനെ ഒരു പരീക്ഷണം എന്തിനാ കൊടുത്തത്? അതാണ് വിശുദ്ധ ഖുർആൻ ഖിബ്ല മാറ്റത്തെ പറ്റി പറഞ്ഞ ആയത്തൊന്ന് ശ്രദ്ധിച്ചു നോക്ക്.
അത് മനോഹരമാണ്. ഞാനത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. വമാ ജഅൽനൽ ഖിബ്ലതല്ലതി കുൻത അലൈഹാ, നബിയെ തങ്ങൾ മുമ്പുണ്ടായിരുന്ന കിബില തന്നെ നമ്മൾ തങ്ങൾക്ക് കിബിലയാക്കി തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കിബില നമ്മൾ തങ്ങൾക്ക് മാറ്റി തന്നിട്ടില്ല. ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂൽ, ചോദിക്കാതെ പറയാതെ ഇടവും വലവും നോക്കാതെ ആരാ മുത്തുനബിയെ പിന്തുടരുക എന്ന് എനിക്കൊന്ന് മനസ്സിലാകണം. അതിനങ്ങനെ കാട്ടിയത്. അപ്പൊ നബി തിരിഞ്ഞോളണം. ആണ്ടങ്ങള് ചോദിക്കാനും പറയാനൊന്നും ഒരു ഗ്യാപ്പ് കൊടുക്കരുത്. കൺഫ്യൂഷൻ ആക്കിയിട്ടൊക്കെയാണ്. പക്ഷെ അവർക്കൊരു വിഷയമുണ്ട്. നബി എവിടെ കുനിഞ്ഞോ അവരവിടെ കുനിയും. നബി ഇരുന്നാലിരിക്കും, നബി നിന്നാ നിൽക്കും, നബി തിരിഞ്ഞാ തിരിയും, നബി നടന്നാ നടക്കും. അവർക്ക് എന്ത് പ്രയാസ? അപ്പൊ ആരാണ് ചോദിക്കാതെ പറയാതെ ഇടവും വലവും നോക്കാതെ മുത്തുനബിയെ മുത്തബിയായിട്ട് പിന്തുടരുക എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം മുനാഫിക്കീങ്ങൾ തിരിഞ്ഞില്ല. വല വേറിട്ട് തിരിച്ചറിയും. അവര് പറയും എന്ത് കൺഫ്യൂഷനാണ് ഈ ഉണ്ടാക്കുന്നത്. നമസ്കാരത്തിന് മുമ്പ് പറഞ്ഞൂടെ? ഇപ്പൊ ഈ നിസ്കാരത്തിൽ അവര് തിരിഞ്ഞില്ല, ബാക്കിയുള്ളവരൊക്കെ തിരിഞ്ഞു. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളാരാ, മുത്തുനബി തിരിയാൻ മനസ്സുള്ളവരാരാ, ചോദ്യം ചെയ്യാതെ നബി തങ്ങളെ അംഗീകരിക്കുന്നവരാരാന്ന് തിരിച്ചറിയാനാണ് നിസ്കാരത്തിനിടയില് ഖിബ്ലയുടെ ചേഞ്ചിങ് ആക്കിയത്. വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞില്ല എത്ര സംഭവങ്ങൾ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ ആയത്ത്, ഒരു ഹദീസ്, അതും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. സമയമുണ്ടെങ്കിൽ നേരം വെളുക്കോളും പറയാനുള്ള വിഷയങ്ങളുണ്ട്. സമയത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞതുപോലെ 10 മണിക്ക് നിർത്തും. അതിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്നതൊക്കെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി അല്ലാഹു തആല വേറൊരു ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅഅക്കും. വല്ലാത്തൊരു വാക്കാ. അല്ലാഹുവിന്റെ മഖ്ലൂക്കുകളുടെ കൂട്ടത്തിൽ വേറൊരാൾ അങ്ങനെ ഉണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂൽ, ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് ഉത്തരം നൽകണം, അല്ലാഹുവിന്റെ റസൂലിനും ഉത്തരം നൽകണം. ഇദാ ദഅഅക്കും, മുത്തുനബി നിങ്ങളെ വിളിച്ചാൽ. എങ്ങനെ? അല്ലാഹു റസൂലിനും ഉത്തരം നൽകണം, മുത്തുനബി വിളിച്ചാൽ. ശരിക്കും ഓർഡർ അനുസരിച്ച് എന്താ പറയേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅവാക്കും എന്നല്ലേ പറയേണ്ടത്? അവർ രണ്ടാളും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ അല്ലാഹു റസൂലിന് ഉത്തരം ചെയ്യണം. അങ്ങനെയല്ലേ പറഞ്ഞത്? നബി വിളിച്ചാൽ അല്ലാഹു റസൂലിനും ഉത്തരം ചെയ്യണം. കാരണം എന്താ? നബിന്റെ വിളി അല്ലാഹുവിന്റെയും കൂടെ വിളിയാണ്. അതിൽ പേടിക്കണ്ട. മുത്തുനബി വിളിക്കുകയാണ്. യാ അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉടനെ മറുപടി പറഞ്ഞോളാം. യാ ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ ഹാജറായിക്കൊള്ളാം. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിക്ക് ഉത്തരം നൽകൽ നിർബന്ധമാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നോക്ക്. ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞു, ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ ബഹുമാനമുള്ള ജോലിയാണ് ബാങ്ക് വിളിക്കൽ. ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ ഉണ്ട്, ഇമാമത്തിനേക്കാൾ അഫ്ളലാണ് ബാങ്ക്. എന്നിട്ടെന്തേ അത്രയും അഫ്ളലായ ഇബാദത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും മുത്തുനബി ചെയ്തിട്ടില്ല. മുത്തുനബി ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ തീരെ. ഇമാം എന്നിട്ടുള്ളൂ. ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അതിഞ്ഞ് മരിച്ചാലും ഇമാം റസൂലുള്ളാഹി തങ്ങൾ തന്നെയായിരുന്നു. അവിടെ മകൻ കയറിയും കലൊന്നുമില്ല. ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാത്തത്. അള്ളാഹുവിന്റെ റസൂൽ ഇമാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാങ്ക് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. ലിഅന്നഹു ലൗ അദ്ദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലകഫറ കുല്ലു മൻ തഖല്ലഫ അനിൽ ഇജാബ. അതാണ് ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു അതിന് കാരണം പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ ബാങ്ക് കൊടുക്കുക, ഹയ്യ അലസ് സ്വലാഹ്, നിസ്കരിക്കാൻ വാ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വാ
എന്ന് പറഞ്ഞ് ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് കേട്ടോലൊക്കെ ജമാഅത്തിനെത്തണം. നബിയല്ലേ വിളിച്ചത്? നബി വിളിച്ചാൽ ഉത്തരം നൽകൽ നിർബന്ധമാണ്. അപ്പം ചിലരൊക്കെ പണിത്തിരക്കുള്ളവരുണ്ടാവും, കാരക്കത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, എത്തിപ്പെടാൻ കഴിയാത്ത തിരക്കുള്ളവരുണ്ടാവും. അപ്പൊ ജനങ്ങൾക്ക് അതൊരു ഭാരാക്കണ്ട, ഞാൻ വിളിച്ചാൽ ഉത്തരം നൽകൽ നിർബന്ധമാണ് എന്ന് കരുതി ആ ജനങ്ങൾക്ക് അതൊരു ഭാരാക്കണ്ട എന്ന് കരുതിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് വിളിക്കാതിരുന്നത് എന്ന് പോലും പറയുകയാണ് ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു. ഒന്നാലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോക്ക് നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅഅക്കും എന്നതിന് ഞാൻ അതിലേറെ മനോഹരമായൊരു സംഭവം പറയാം. അബൂ സഈദ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, മുത്തുനബി അടുത്തുകൂടെ പാസ് ചെയ്യുന്നു. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുകൂടെ മുത്തുനബി പോകുന്നു എന്ന് സങ്കല്പിക്കുക. നബി തങ്ങളുടെ ജീവിതകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ സങ്കല്പിക്കുക. നബി വിളിച്ചു, യാ അബ്ദുല്ലാഹ്, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു അബ്ദുള്ളയെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു. യാ അബ്ദുല്ലാഹ്, യാ അബൂബക്കർ, അബൂബക്കറെ എന്ന് വിളിച്ചു. യാ ഉമർ എന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ചാൽ ഉത്തരം നൽകണം എന്നാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുക, വിളിച്ചു റസൂലുള്ളാഹി, യാ അബാ സഈദ്, അബൂ സഈദേ എന്ന് വിളിച്ചു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലല്ലേ, നിസ്കാരത്തിൽ മിണ്ടാൻ പറ്റൂലല്ലോ എന്ന് കരുതി അവിടെ നിന്നു. നിസ്കാരം വേഗം കഴിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, നബിയെ എന്തേ തങ്ങൾ വിളിച്ചു? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് റസൂലുള്ളാഹ്, മാ മനഅക അൻ തഅതിയനി ഹീന നാദൈതുക. എന്തൊരു ഭംഗിയുള്ള ചോദ്യം അല്ലേ? മാ മനഅക അൻ തഅതിയനി ഹീന നാദൈതുക, ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നിനക്ക് വരുന്നതിന് എന്താ തടസ്സം ഉണ്ടായത്? ഇപ്പൊ വന്ന് എന്തേന്ന് ചോദിക്കാം. അപ്പൊ പറഞ്ഞു, നബിയെ തങ്ങൾക്കറിയാലോ, കുന്തു ഉസല്ലി യാ റസൂലല്ലാഹ്. അതിലുണ്ടാ മറുപടിയിലുണ്ട് എല്ലാം. ഞാൻ നിസ്കരിക്കായിരുന്നു തങ്ങളെ. നിസ്കാരത്തിന്റെ ഇടയിൽ എങ്ങനെയാ തങ്ങളെ ഉത്തരം പറയാ? നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെയല്ലേ തങ്ങൾ വിളിച്ചപ്പോ നിസ്കാരം കഴിയട്ടെ എന്ന് കരുതിയതാണ്. തങ്ങൾക്ക് അറിയില്ലേ ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഫഖാല, അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അലം തസ്മഉ ഖൗലല്ലാഹ്, പടച്ചോൻ പറഞ്ഞത് അബൂ സഈദേ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണത്? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅഅക്കും, അല്ലാഹുവിനും അവന്റെ റസൂലിനും റസൂല് വിളിച്ചാൽ ഉത്തരം നൽകണമെന്ന് പടച്ചോൻ അവന്റെ ഖുർആനിനല്ലേ പറഞ്ഞത്. എന്നിട്ട് പിന്നെ നിസ്കരിക്കാറിന് നിൽക്കുക, നിസ്കാരത്തിലാണെങ്കിലും വരണം. അതാണ് അതിന്റെ അർത്ഥം. ഈ ആയത്തും ഈ ഹദീസും മര്യാദക്ക് പഠിച്ചതുകൊണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ തുഹ്ഫയിൽ ഇത് എഴുതി വെക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. തുഹ്ഫയിൽ ഈ മസ്അല എഴുതുന്നു. മുബ്തിലാത്തു സ്വലാത്തിന്റെ ബാബിൽ തുഹ്ഫയിൽ അർത്ഥമുള്ള ഒരക്ഷരം ഒഴിഞ്ഞാൽ, നിസ്കാരത്തിൽ പെടാത്ത അർത്ഥമുള്ള ഒരക്ഷരം ഒഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. അർത്ഥമില്ലാത്ത രണ്ടക്ഷരം ഒഴിഞ്ഞാലും ബാത്തിലാകും. തുടരെ 3 അനക്കം അനങ്ങിയാലും നിസ്കാരം ബാത്തിലാകും. ഇത് പറഞ്ഞിട്ട് പറയാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ. ഞാൻ അരീക്കോട് മജ്മഅയിലെ വിദ്യാർത്ഥികൾക്ക് ഇത് മുമ്പ് ഓതിക്കൊടുത്തു. അവിടെ വെച്ച് ഈ ആയത്തും ഹദീസും ഒക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലും ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, നഅം, പക്ഷേ ശ്രദ്ധിക്കുക, ഒരക്ഷരം ഒഴിഞ്ഞാൽ അർത്ഥം ഉണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകും. മനഃപൂർവ്വം ഒഴിഞ്ഞാൽ, അർത്ഥമില്ലാത്ത രണ്ടക്ഷരം ഒഴിഞ്ഞാലും നിസ്കാരം ബാത്തിലാകും. 3 അനക്കം അനങ്ങിയാലും നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞിട്ട് പറയാണ്, നഅം, പക്ഷേ ലാ തബ്തുലു, ആ നിസ്കാരം ബാത്തിലാകൂല കേട്ടോ. ശ്രദ്ധിക്കുക, ആ നിസ്കാരം ബാത്തിലാകുകയില്ല കേട്ടോ. എങ്ങനെയാണെങ്കിൽ ലാ തബ്തുലു, നഅം ലാ തബ്തുലു ബിഇജാബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹയാതിഹി, റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ മുത്തുനബി വിളിച്ചാൽ, മുത്തുനബിക്ക് ഉത്തരം ചെയ്താൽ അവിടെ ഈ പറഞ്ഞ കണക്കൊന്നുമില്ല. ബിഖൗലിൻ ഔ ഫിഇലിൻ, വാക്കുകൊണ്ടും ഉത്തരം നൽകാം, പ്രവൃത്തി കൊണ്ടും ഉത്തരം നൽകാം. നമ്മൾ റസൂലുള്ളാഹി വിളിച്ചപ്പാടിയൊന്നു, എന്തേ നബിയെ തങ്ങൾ വിളിച്ചു, എത്ര അക്ഷരം ഉണ്ടായില്ല, ഒരു പ്രശ്നവുമില്ല, നിസ്കാരം ബാത്തിലാവൂല. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അവിടെ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാം. നമ്മൾ അവിടെ നടന്നു പോയി നിസ്കാരത്തിൽ, എന്നിട്ട് വെള്ളം എടുത്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തു. എന്നാലും നിസ്കാരം ബാത്തിലാകൂല. അപ്പോൾ 2 അക്ഷരമല്ല, 3 അക്ഷരമല്ല, 300 അനക്കമല്ല, ബിഖൗലിൻ ഔ ഫിഅലിൻ വഇൻ കസുറ, എത്രയധികമുണ്ടെങ്കിലും, എത്രയധികമുണ്ടെങ്കിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മുത്തുനബിക്ക് ഇജാബത്ത് ചെയ്താൽ, ഉത്തരം നൽകിയാൽ നിങ്ങളുടെ നിസ്കാരം ബാത്തിലാകുകയില്ല. കാരണം അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅഅകും. ഹദീസിൽ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമ്മൾ കേട്ടു. പക്ഷേ ഞാനിങ്ങനെ നോക്കി, മജ്മൂഇലും, അതും നവവി ഇമാമിൻ്റെതാണ്, അത് നവവി ഇമാമിൻ്റെതാണ്. നേരത്തെ പറഞ്ഞ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെതാണ് തുഹ്ഫ. മജ്മൂഇലും അതുപോലെ തന്നെ നിഹായയിലും ഇമാം റംലിയുടെ, ഇവരുടെയൊക്കെ കിതാബുകളിൽ ഈ മസലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ വിളിച്ചാൽ വിളിയേക്കാം, അത് വാക്കായാലും പ്രവൃത്തിയായാലും ഒന്നും കുഴപ്പമില്ല, എണ്ണം കൂടിയാലും വിഷയമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എല്ലാവരുടെ വരികളിലുള്ള ഒരു വാക്കുണ്ട്, ഫീ ഹയാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫീ അസ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്കൊന്നും മാറിയെന്നേ ഉള്ളൂ. നബിതങ്ങളുടെ കാലത്ത്, നബിതങ്ങളുടെ ജീവിതകാലത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തിനാപ്പത്? മുത്തുനബിയുടെ വഫാത്തിന് ശേഷവും ഇടപെടലും ഉണ്ട് എന്നാണ്, ഭൗതികമായിട്ട് ആത്മീയ ഇടപെടൽ ഉണ്ട് എന്നാണ്. പിന്നെന്തിനാ അത് പ്രത്യേകം മെൻഷൻ ചെയ്തത്? ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇന്നത്തെ ഈ കള്ള ശേഖന്മാരെ പൂട്ടാനായിരിക്കും, ഉറപ്പാണ്. കാരണം ഈ കള്ള ശേഖന്മാർ ഇമാം നിസ്കരിക്കുമ്പോ അവർ മിഹ്റാബിൽ ഇറങ്ങിപ്പോകും. ബാക്കിയുള്ളവർ ചോദിച്ചാൽ പറയും നബി വിളിച്ചിരുന്നു അപ്പൊ പോയതാണ്, അത് ഇവിടെ ചെലവാവില്ല, അവരെ പൂട്ടാനായിരിക്കും. ജീവിതകാലത്ത് മുത്തുനബി വിളിച്ചെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. എല്ലായിടത്തും പറയുന്നുണ്ട് ഫീ അസ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കാലത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഇങ്ങനെ പറയാത്തത് എവിടെയില്ല സഹോദരങ്ങളെ. ശരിക്ക് ചിന്തിക്ക്. എന്റെ വിഷയം എന്താണെന്നറിയോ നിങ്ങൾ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഡ്രസ് ചെയ്ത് സംസാരിക്കുകയാണ്. നിസ്കാരത്തിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിയോട് സലാം പറയാൻ പറ്റാത്തവനെ എന്തിനാ പറ്റുക? അവിടെയാണ് ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളുപ്പാപ്പ നമുക്ക് കാണിച്ചു തന്ന മാതൃക. അതാണ് സുന്നത്തിയമാഴത്തിന്റെ മാതൃക. ഞാൻ ഇന്നും ആ തറവാട്ടിൽ പോയി നിസ്കരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞു, അൻസാർ തങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നു, ഇവിടെയാണ് പറവണ്ണ ഇരുന്നിരുന്നത്, ഇവിടെയാണ് ആമയൂര് ഇരുന്നിരുന്നത്. വാദപ്രതിവാദത്തിന് കിതാബ് നോക്കാൻ ആ മൂലകളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്. ശാലിയാത്തി ആ സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പം എനിക്ക് വല്ലാത്ത സന്തോഷായി. അവിടെ നിന്ന് ഇശാ നിസ്കരിക്കാൻ കഴിഞ്ഞല്ലോ. കാരണം പലപ്പോഴും ആ വീട്ടിൽ വന്നിട്ടുണ്ട്, തങ്ങന്മാര് തന്ന സൽക്കാരത്തിൽ പങ്കെടുത്തു പോയിട്ടുണ്ട്. പക്ഷേ നിസ്കരിക്കാൻ ഇന്ന് ആ ഭാഗ്യം കിട്ടിയത്, ശാലിയാത്തി നിസ്കരിച്ച ആ മണ്ണിൽ സുജൂദ് ചെയ്യാൻ പറ്റിയപ്പം വല്ലാത്ത സന്തോഷം തോന്നി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വരുന്നത് മറന്നു പോകരുത് കേട്ടോ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കും മഹബ്ബത്തുമാണ് അവര് നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്തേ ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമയുടെ കൂടെ ഉറച്ചു നിന്ന തങ്ങളുപ്പാപ്പ നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്നറിയോ? മുത്തുനബിയെ മഹബ്ബത്ത് വെച്ചതിന്റെ സന്തോഷമാണത്. മുത്തുനബിക്ക് വേണ്ടി സംസാരിക്കുന്നതിന്റെ സന്തോഷമാണ്. മുത്തുനബിയെ അവതരിപ്പിക്കുന്നതിന്റെ ആ ഒരു ചാരുതയാണ്. അതൊക്കെയാണ് പലരുടെയും മനസ്സിൽ സുൽത്താനുൽ ഉലമ നിറഞ്ഞു നിൽക്കാനുണ്ടായ പശ്ചാത്തലം. ഞാൻ ഇന്നും ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ പോയപ്പം മുത്തുനബി ആദ്യമായിട്ട് മദീനയിൽ ചെന്നപ്പം മുത്തുനബിയെ മീറ്ററുകളുടെ അകലത്തില്, ഡിസ്റ്റൻസിൽ മുത്തുനബിയുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ എത്തിയപ്പം കണ്ടമിടറി കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ദൂരേന്ന് പറഞ്ഞ സലാം പോലെയല്ലല്ലോ മുത്തുനബി അതാ
മുമ്പിൽ കിടക്കുന്നു എന്നുള്ള മനോഭാവത്തിൽ പറയുന്ന സലാം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തവ്വ എന്നോട് പറഞ്ഞു, വേണ്ട, ലാ തഖുൽ ഹാകദാ, ഇങ്ങനെ പറയല്ല, അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയരുത്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് മതി, അലൈക വേണ്ട. നബി തങ്ങളോട് അഡ്രസ് ചെയ്ത് സംസാരിക്കണ്ട, അഭിമുഖ സംഭാഷണം നടക്കണ്ട, തങ്ങളുടെ മേൽ എന്ന് പറയണ്ട, നബിയുടെ മേൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ തശഹുദിൽ നിസ്കരിക്കുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയാറില്ലേ? അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതങ്ങനെ പഠിപ്പിച്ചില്ലേ റസൂലുള്ള നിസ്കാരത്തിൽ ചൊല്ലാൻ, അതുകൊണ്ട് ചൊല്ലാണ്. ഇവിടെയാ ചിന്തിക്കേണ്ടത്. ഒരു സുന്നിയും ഒരു ബിദ്അത്തുകാരനും വേർതിരിയുന്നത് ഈ ഒരു പോയിന്റിലാണ്. സുന്നി അസ്സലാത്തു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയാ വിടർന്ന കണ്ണുകളോടെയാ, തുറന്ന ഹൃദയത്തോടെയാ, സന്തോഷത്തോടെയാ, ഒരു വിഷമം ഉണ്ടാവില്ല. മറ്റോ കഷായം കുടിക്കും പോലെയാ പറയാ. അവരും ചെല്ലലുണ്ട് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, കഷായം കുടിക്കും പോലെ. കഷായം കുടിക്കുന്നത് എന്തിനാ? നിങ്ങൾ കഷായം കുടിക്കുമ്പോ ഞാൻ ചോദിക്കുകയാണ്, എന്താ ഇപ്പൊ കഷായം കുടിച്ചു? മധുരം കൊണ്ട് എന്ന് പറയാം? ഇല്ലല്ലോ. രസം കൊണ്ടല്ലല്ലോ. പിന്നെ എന്തേ കഷായം കുടിക്കുന്നത്? കഷായം കുടിക്കുമ്പോ എന്റെ മുഖത്തേക്ക് നോക്കിയാ അറിയാം അതിന്റെ മധുരം. കണ്ണൊക്കെ മുറുക്കി ചിമ്പിയാ കുടിക്കല്ലേ, കയ്പുണ്ട്. പിന്നെന്താ, ഉള്ളിക്ക് ചെന്നാ ഗുണാണ് എന്ന് കരുതിയിട്ട് അങ്ങോട്ട് മുറുക്കി കണ്ണും മുറുക്കി ചിമ്മിയാണ് കുടിക്കന്നെ എന്നതുപോലെ നബി പറഞ്ഞില്ലേ, നിസ്കാരം ശരിയാണെങ്കിൽ ഇത് വേണ്ടേ എന്ന് കരുതിയിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയാം. ഒട്ടും കൽബിന് ഇഷ്ടമല്ല. അങ്ങനെയാണ് അവരുടെ പരിപാടി. ഇങ്ങനെയല്ല നമ്മള്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താന്ന് ഖുർആൻ പറഞ്ഞു. وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. വലത്തെ കയ്യിൽ കിതാബ് കിട്ടി സ്വർഗ്ഗത്തിൽ പോകാൻ തൗഫീഖുള്ളവൻ ആരാണ് എന്ന് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറയാ. വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, മനുഷ്യൻ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെങ്കിൽ. ഇതിനൊക്കെ വേറെയും ഈ ആയത്തിനൊക്കെ തഫ്സീർ ഉണ്ട് കേട്ടോ. ഒരു തഫ്സീറായ പറയുന്നു, ലിഅന്ന ഉമ്മതക യുസല്ലിമൂന അലൈക കുല്ല വഖത്തിൻ വഹീൻ. ആണ് തഫ്സീറുണ്ട്. എന്താ ഇപ്പൊ പറഞ്ഞത്? ഒരാള് സ്വർഗാവകാശിയാണെന്നതിന്റെ പ്രഥമ തെളിവ് ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, അസ്ഹാബുൽ യമീനിൽ നിന്ന്, സ്വർഗ്ഗക്കാരിൽ നിന്ന് നബിയെ തങ്ങൾക്ക് എപ്പോഴും സലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ല പറയാണ്, തങ്ങൾക്ക് എപ്പോഴും സലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഈ സദസ്സിൽ ഇപ്പൊ ഞാൻ തുടങ്ങി വെച്ചാൽ നിങ്ങൾ ആവേശത്തോടെ പാടും, എനിക്കറിയാം. ചൊല്ല്, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഇതുപോലെ കഷായം കുടിക്കും പോലെ കുടിച്ചാ അല്ലല്ലോ, സന്തോഷത്തോടെ ചൊല്ലി. നേരെ മറിച്ച് ഈ സദസ്സിന്റെ മൂലയിൽ എവിടെയെങ്കിലും ഒരേടാകൂടക്കാരൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവനത് എല്ലാം കഴിയില്ല. നിങ്ങളൊക്കെ ചെല്ലുമ്പോൾ മൂപ്പര് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും, അല്ലെ മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. മൂപ്പര് ഇങ്ങനെ ചിന്തിക്കും, അബൂബക്കർ സിദ്ദീഖ് ഇത് ചെല്ലീനോ ആവോ, ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലീനോ ആവോ, ഉസ്മാൻ തങ്ങൾ ചെല്ലീനോ ആവോ, ഒക്കെ ചിന്തിച്ച് മൂപ്പര സമയം അങ്ങനെ പോകും. നിങ്ങൾ സന്തോഷത്തോടെ ചൊല്ലി, കാരണം നിങ്ങൾക്ക് ഇത്ര മതി. ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ. മുത്തുനബിയോട് മനസ്സറിഞ്ഞ് സലാം പറയാൻ പറ്റുക എന്ന് പറഞ്ഞത് സ്വർഗത്തിൽ പോകാൻ പറ്റുക എന്നുള്ളതിന്റെ ലക്ഷണം. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. മുത്തുനബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ഒരൊറ്റ ആയത്ത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ആയത്തെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വം തീരൂല. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. 8 മിനിറ്റ് ആണുള്ളത് അല്ലേ? 52 ആയി. ഞാൻ വാക്ക് പറഞ്ഞാൽ പാലിക്കും എന്ന് പറഞ്ഞ് ഇനി ഇവിടെ തെറ്റിക്കാൻ പറ്റൂലല്ലോ. 9:52 ആയി. 10 മണിക്ക് നിർത്തും. ഞാൻ ആ ആയത്തിനെ കുറിച്ച് കുറേ സംഗതികൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. 8 മിനിറ്റ് കൊണ്ട് കേട്ടോ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാം. അതിന്റെ അർത്ഥം വെക്കുന്നു. ഇന്നല്ലാഹ, ഇത് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞ അർത്ഥമായിരുന്നു. കേൾക്കാം. ഇന്നല്ലാഹ, മുത്തുനബിയോട് തീർച്ചയായിട്ടും മുത്തുനബിയോട് ഒരു കടപ്പാടും ഇല്ലാത്ത അല്ലാഹു.
മുത്തുനബിയോട് ഒരു കടപ്പാടും ഇല്ലാത്ത അള്ളാഹ്ക്ക് മുത്തുനബിയോട് ഒരു കടപ്പാടും ഇല്ലല്ലോ. മുത്തുനബിക്ക് അള്ളാഹുവിനോട് കടപ്പാടുണ്ട്. മുത്തുനബിയോട് അള്ളാഹ്ക്ക് കടപ്പാടില്ല, ഉറപ്പാണ്. മുത്തുനബി എത്ര ഉയരം കിട്ടിയ ആളാണെങ്കിലും, എത്ര ഉയർച്ചയിലാണ് നിൽക്കുന്നതെങ്കിലും, അതൊക്കെ ആര് കൊടുത്തതാണ്? അള്ളാഹു കൊടുത്തതാണ്. അപ്പൊ അള്ളാഹുവിനോട് മുത്തുനബി 100% കടപ്പെട്ടവരാണ്. പക്ഷെ അള്ളാഹുവിന് മുത്തുനബിയോട് ഒരു കടപ്പാടും ഇല്ല. ഇതാദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. വിശദീകരിക്കുമ്പോഴൊക്കെ നമ്മളെ സമയം നഷ്ടപ്പെടും, ആ ബേജാറുണ്ട്. വിശദീകരിക്കുമ്പോൾ സമയം എങ്ങനെ നഷ്ടപ്പെടുമല്ലോ. ഈ ഒരു തിരിച്ചറിവൊന്നും ഇല്ലാഞ്ഞിട്ടാ ചിലർക്ക് ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പേരിൽ പലരും പടച്ചോനാന്ന് തോന്നുന്നത്. ഒരന്തമില്ലാത്ത വർത്താനം. പടച്ചവന് മുത്തുനബിയോട് ഒരു കടപ്പാടുമില്ല. ഇന്നല്ലാഹ. നെല്ലിക്കുത്തുസ്താന്റെ ആണ്ടായിരുന്നു ഇന്നലെ. ഞാൻ ഈ ആയത്തോതി ഉസ്താദ് പറഞ്ഞ ഈ അർത്ഥം പറഞ്ഞ് അതങ്ങ് വിശദീകരിച്ച് 2 മണിക്കൂർ ഇന്നലെ പ്രസംഗിച്ചു അവിടെ. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും മുത്തുനബിയോട് ഒരു കടപ്പാടില്ലാത്ത പടച്ചവൻ. വ മലായികത്തുഹു, ആപേക്ഷികമായി നമ്മുടെ അത്ര കടപ്പാടില്ലാത്ത മലക്കുകളും. ഇതിനാണ് വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയാം. വരികളിലുള്ളത് വായിക്കാൻ അറബി ഭാഷ അറിഞ്ഞാൽ മതി. വരികൾക്കിടയിലുള്ളത് വായിക്കണമെങ്കിൽ വലിയ തൗഫീഖ് വേണം. അങ്ങനെ തൗഫീഖ് കിട്ടിയ ഒരു ആൺകുട്ടിയായിരുന്നു, വലിയൊരു സമർത്ഥനായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മൾ അത്ര കടപ്പാടില്ല മലക്കുകൾക്ക്. എന്നാ തീരെയല്ല എന്ന് പറഞ്ഞുകൂടെ, അള്ളാന്റെ കാര്യമല്ല. എന്താ കാരണം? മലക്കൾ മഹ്ലൂക്കുകളാണ്. എല്ലാ മഹ്ലൂക്കുകളും മുത്തുനബിയുടെ നൂറിൽ എന്താ പഠിച്ചത്? അപ്പൊ ഉണ്മയിൽ കടപ്പാടുണ്ട്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പറഞ്ഞ് നന്നാക്കി നിസ്കരിപ്പിച്ചതല്ല അവരെ. അങ്ങനെ കടപ്പാടൊന്നുമില്ല. എന്നാൽ തീരെ കടപ്പാടില്ലാത്ത അല്ലാഹുവും ആപേക്ഷികമായി നിങ്ങളുടെ അത്ര കടപ്പാടില്ലാത്ത മലക്കുകളും യുസല്ലൂന അലൻ നബി, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഓ യാ അയ്യുഹല്ലദീന ആമനു, മുത്തുനബി ഉള്ളത് കൊണ്ട് മാത്രം മുഅ്മിനായവരെ, നിങ്ങൾ മുത്തുനബിയോട് കടപ്പെട്ടവരാണ്. നിങ്ങൾക്ക് അല്ലാഹനെ തിരിഞ്ഞത് നബി ഉണ്ടായത് കൊണ്ടാണ്, പരലോകം മനസ്സിലാക്കിയത് നബി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൂർണ്ണമായും കടപ്പെട്ട മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി, കടപ്പാടില്ലാത്ത പടച്ചോനും കടപ്പാട് കുറഞ്ഞ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും സ്വലാത്ത് നിർവഹിക്കണം. നിങ്ങൾ കടപ്പാടുള്ളവരായതുകൊണ്ട് സ്വലാത്ത് മാത്രം നിർവഹിച്ചാൽ പോരാ, വസല്ലിമു തസ്ലീമാ, സലാമും കൂടെ ആഡ് ചെയ്യണം. സലാത്ത് മാത്രം പോരാ, നിങ്ങൾ സലാമും പറയണം മുത്തുനബിയോട്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. കാരണം കടപ്പാടുള്ളവർക്ക് എന്തെങ്കിലും പ്രത്യേകത വേണ്ടേ? അല്ലാഹു അങ്ങനെ കൽപ്പിച്ചു. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിപ്പിച്ചു. ആരെ കൊണ്ട്? മലക്കുകളെ കൊണ്ട്. എങ്ങനെയാ ബഹുമാനിപ്പിച്ചത്? സുജൂദ് ചെയ്തുകൊണ്ട് ബഹുമാനിപ്പിച്ചു. സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞ് ബഹുമാനിപ്പിച്ചു. പക്ഷെ അല്ലാഹു സുജൂദ് ചെയ്തിട്ടുണ്ടാവും ആദം നബിക്ക്? ഇല്ല, മലക്കളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. നബി തങ്ങളെ അല്ലാഹു ബഹുമാനിപ്പിച്ചത് മലക്കളെ കൊണ്ടും മുഅ്മിനീങ്ങളെ കൊണ്ടും ഒക്കെ സ്വലാത്ത് ചൊല്ലിപ്പിച്ചിട്ടാ. പക്ഷെ ആ സ്വലാത്ത് അല്ലാഹുവാണ് ആദ്യം ചൊല്ലിയത്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി എന്നത് നാമവാക്യമാണ്. ഉസ്താദുമാർക്ക് അത് വേഗം തിരിയും. ഇസ്മിയായ ജുംലയാണ്, നാമത്തിന് പ്രാധാന്യമുള്ളതാണ്. യുസല്ലില്ലാഹു വമലായികതുഹു അലൻ നബി എന്ന് പറഞ്ഞില്ല. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി. എന്താ കാരണം? നാമവാക്യത്തിന്റെ പ്രത്യേകതയാണ്. അതിനൊരു തുടക്കം ഉണ്ടാവില്ല, ഒടുക്കം ഉണ്ടാവില്ല. ഉണ്ടാകും അതിൽ എപ്പോഴും. അപ്പോ അള്ളാഹുവിന്റെ സ്വലാത്ത് അത് എന്ന് തുടങ്ങി? അള്ളാഹു അനാദിയാണ്. സ്വലാത്ത് അനാദിയാണ്. അതെന്ന് അവസാനിക്കും? ഇല്ല, കാലത്തിന്റെ മുമ്പ് സ്വലാത്തുല്ലാഹി ഉണ്ട്, ഇന്നുമുണ്ട്, അന്നുമുണ്ട്, എന്നും ഉണ്ടാകും. കാലം കഴിഞ്ഞാലും ആ സ്വലാത്ത് തുടരും. ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവസാനിക്കുന്നില്ല. അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമാം ബുഖാരി സ്വഹീഹിൽ പറയുന്നു, സ്വലാത്തുല്ലാഹി അലൈഹി, അല്ലാഹു മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ സനാഉഹു അലൈഹി ഇൻദൽ മലായിക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു മലക്കുകളുടെ അടുത്ത് വെച്ച് പ്രകീർത്തിക്കുന്നു. മുത്തുനബിയുടെ മദ്ഹ് പറയുന്നു പടച്ചോൻ മലക്കുകളുടെ അടുത്ത് വെച്ച്. മഹാന്മാര് പറഞ്ഞു ഇൻദൽ മലായികത്തി എന്ന വാക്ക് അവിടെ ആവശ്യം
ആവശ്യമല്ല. സനാഉഹു അലൈഹി എന്ന് പറഞ്ഞാൽ മതി. മുത്തുനബിയുടെ പേരിൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മുത്തുനബിയെ പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇന്ദൽ മലായികത്തി എന്ന് പറഞ്ഞത് എന്തിനാ? അല്ലാഹു മുത്തുനബിയുടെ മദ്ഹ് പ്രഭാഷണം നടത്തുന്നത് മലായികത്തിനെ ഓഡിയൻസ് ആക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഇന്ദൽ മലായികത്തി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മദ്ഹുർ റസൂൽ പ്രഭാഷണം ഏതാണ്? വാനലോകത്ത് നടക്കുന്ന അല്ലാഹുവിന്റെ പ്രഭാഷണമാണ്. അവിടുത്തെ പ്രഭാഷകൻ അല്ലാഹുവാണ്. വിഷയം മദ്ഹുർ റസൂലാണ്. ഓഡിയൻസ് ഞാനും നിങ്ങളും അല്ല, അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകളല്ല, കൊടാനക്കോടി, പിന്നെയും കൊടാനക്കോടി, എണ്ണിയാൽ ഒടുങ്ങാത്ത മലായികത്തുൽ മുഖറബീനാണ് അതിലെ ഓഡിയൻസ്. ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവസാനിക്കുന്നില്ല. ഇതിന്റെ മാത്രം പ്രത്യേകതകൾ പറഞ്ഞാൽ സ്വലാത്തും മറ്റാരാധനകളും തമ്മിലുള്ള ഒരു വ്യത്യാസവും കൂടെ പറയാം. 2 മിനിറ്റും കൂടി ഉണ്ടല്ലോ, 58 ആയിട്ടുണ്ട്. 2 മിനിറ്റും കൂടെ. സ്വലാത്ത് ഖത്ഇയ്യത്തുൽ ഖബൂലാണ്, മറ്റാരാധനകൾ ലന്നിയ്യത്തുൽ ഖബൂലാണ്. സ്വലാത്ത് ചൊല്ലിയാൽ സ്വീകരിക്കുമെന്ന് ഉറപ്പ്. നിസ്കരിച്ചാലും നോമ്പ് വറ്റാലും ഖുർആൻ ഓതിയാലും സ്വീകരിച്ചാലായി സ്വീകരിക്കും. മാന്യനായ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല, ധാരണയാണ്. എന്തേ അങ്ങനെ? സ്വലാത്ത് ചൊല്ലിയാൽ മതി, എത്ര അത് ലാപ്സാവൂല. നമ്മൾ നിസ്കരിച്ചാൽ അത് സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ. ഖുർആൻ ഓതിയാലും അങ്ങനെയാ, സദഖ ചെയ്താലും അങ്ങനെയാ, നോമ്പ് വറ്റാലും അങ്ങനെയാണ്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? സ്വലാത്ത് എന്തായാലും സ്വീകരിക്കുന്നു, മറ്റാരാധന സ്വീകരിക്കൂല. അതിന്റെ പ്രധാന കാരണം പറഞ്ഞുതരാം. അതിന്റെ സീക്രട്ട്, സിറ്. അതിന്റെ സിറ് എന്താണെന്നറിയോ? മറ്റുള്ള ആരാധനയിലൊക്കെ ഞാനും നീയുമുണ്ടാകും, നമ്മളും ഉണ്ട്. അതാ വ്യത്യാസം. നിസ്കാരത്തിൽ നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലംതു വമാ അസ്റഫ്തു. അല്ലേ? പഠിച്ചോനെ, ഞാൻ ഡയറക്റ്റ് ആയി ചെയ്തത് പുറത്തു തരണം, ഇൻഡയറക്റ്റ് ആയി ചെയ്തതും പുറത്തു തരണം, സ്വകാര്യമായി ചെയ്തതും പുറത്തു തരണം, പരസ്യമായിട്ട് ചെയ്തതും പുറത്തു തരണം. ഞാൻ ചെയ്തത് പൊറുക്കണേന്നാ പറഞ്ഞത്, എനിക്ക് പുറത്തു തരണേന്നാ പറയുന്നത്. റബ്ബി ഗഫിർലി വർഹംനി സുജൂദിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് ചേർക്കുക. എല്ലാം ഞങ്ങൾക്ക്, എനിക്ക് എന്നാ പറയണേ, ഇല്ലേ? അപ്പൊ അല്ലാഹ് അങ്ങനെ നോക്കും. നിസ്കരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കും, എനിക്ക് പുറത്തു തരണേന്നാ പറഞ്ഞത്, ഇവന് പുറത്തു കൊടുക്കാൻ പറ്റുമോ? പുറത്തു കൊടുക്കാൻ പറ്റാത്ത കുറെ ബ്ലോക്കുകൾ ഉണ്ടാകും. അവിടെ കിടക്കട്ടെ. ഇതാ പ്രശ്നം, ഇതാ വിഷയം. അതേസമയം സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ, നീ സ്വലാത്ത് ചൊരിയണം മുത്തുനബിക്ക് വേണ്ടി. ആർക്ക് കൊടുക്കണം എന്നാ പറഞ്ഞത്? മുത്തുനബിക്ക്. മുത്തുനബിക്ക് ആ സ്വലാത്ത് കിട്ടുന്നതിന് വല്ല തടസ്സമുണ്ടോ? ഇല്ല. കൊടുക്കുന്നതിന് അള്ളാഹ്ക്ക് വല്ല തടസ്സമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ പാസ്സാക്കിയാൽ മതി, അള്ളാഹ് സ്വീകരിക്കും. മറ്റോടത്ത് നമ്മളാണ് ഇപ്പൊ ഇതിലെ തടസ്സം. നമ്മളതിന് പറ്റാത്ത പോലെ ആയതുകൊണ്ട് സ്വീകരിക്കാതിരിക്കുക. മറ്റോടത്ത് ഒരു പ്രശ്നമില്ലേ? മുത്തുനബിക്ക് സ്വലാത്ത് ചൊരിയണേ എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹ കടാക്ഷങ്ങൾ മുത്തുനബിക്ക് കിട്ടുന്നതിന് മുത്തുനബിന്റെ മുമ്പിൽ ഒരു തടസ്സമില്ല. മുത്തുനബി പ്യൂർ ആളാണ്, പിന്നെന്തിനാ പേടിക്കുന്നത്? കൊടുക്കുന്ന അള്ളാഹുവിനും ഒരു തടസ്സവുമില്ല. അപ്പൊ പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതി. സ്വലാത്തിന്റെ ഏറ്റവും വലിയ ബഹുമാനം മദ്ഹ് പറഞ്ഞു തോൽക്കുന്നിടത്ത് രൂപപ്പെടുന്ന കലിമത്താണ്, സീഗയാണ് സ്വലാത്തിന്റെ സീഗ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹും അവന്റെ മലക്കുകളും മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലണേ എന്ന് മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മളോട് പറയുമ്പോൾ അല്ലാഹു പ്രകീർത്തിക്കും പോലെ മുത്തുനബിയെ പ്രകീർത്തിക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. അല്ലാഹ് പ്രകീർത്തിക്കും പോലെ മുത്തുനബിയെ പ്രകീർത്തിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെന്താ ചെയ്യാ? നമ്മളാലാവുന്ന അത്രയൊക്കെ മദ്ഹ് പറഞ്ഞു നോക്കുക. അപ്പൊ ഇന്നത്തെ ഒരു പ്രഭാഷണം ഫുള്ള് ചെയ്യാൻ നബി തങ്ങളുടെ മദ്ഹാ പറഞ്ഞത് നമ്മൾ പറഞ്ഞു നോക്കി. നമുക്ക് കഴിയും പോലെ മീലാദ് ആഘോഷം വരുമ്പോ നമ്മള് ഘോഷയാത്ര നടത്തും, മിഠായി വിതരണം ചെയ്യും, പായസം കൊടുക്കും, മൗലിദ് ഓതും. അതൊക്കെ ചെയ്യാം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ. പിന്നെ പടച്ചോനെ, നീ എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയെ കുറച്ച് കടുപ്പുള്ളതാട്ടോ, ഇത് എന്നെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് ഇനി പോരായുള്ളതൊക്കെ നീ അങ്ങ് ചെയ്തു കൊടുത്താളാന്ന് പറഞ്ഞാൽ അള്ളാഹിനെ തന്നെ തിരിച്ചേൽപ്പിക്കുക. അതാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലെങ്കിൽ ഇതൊരു ഞാൻ ഈ പറഞ്ഞ അർത്ഥം അല്ല ഇതിനെങ്കിൽ പിന്നെ ഇത് ധിക്കാരാവും. അള്ളാഹു നമ്മളോട് പറയാണ് ളുഹ്ർ നിസ്കരിക്കൂ. അപ്പൊ നമ്മൾ അള്ളാഹിനോട് തിരിച്ചു പറയാം, ഈ നിസ്കരിച്ചോ. അതുപോലെയല്ലേ ഇപ്പൊ ഇത് സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് അള്ളാഹ് നമ്മളോട് പറയാം. അപ്പൊ നമ്മൾ അള്ളാഹിനെ വിളിച്ചിട്ട് പറയാം അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പക്ഷേ ഇയാണ് സ്വലാത്തും സലാമും ചൊല്ലിക്കോ. എനിക്ക് സൗകര്യമില്ലാന്ന് അർത്ഥം അല്ലല്ലോ. എന്നെ കൊണ്ട് പറ്റാവുന്നതിലപ്പുറമാണ് ഈ ഏൽപ്പിച്ച ഡ്യൂട്ടി.
അത് അതിന്റെ കോലം പോലെ ആകണമെങ്കിൽ പഠിച്ചോനെ ഇയ്യ് കൊടുക്കണം. ഇയ്യ് കൊടുത്തെങ്കിലേ പൂർത്തിയാവുള്ളൂ. നിനക്ക് അത് താമാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ തന്നെ സ്വലാത്ത് തിരിച്ചേൽപ്പിക്കുന്നത് ഞാൻ മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞു തോറ്റിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കലാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. ഒരു 3 സ്വലാത്തിയല്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.